നെക്സ്റ്റ് റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 7 ആണ്. ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ആണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ടൈപ്പ്, അതായത് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചില ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ഉണ്ട്, അവിടെ നമ്മൾ ഉറപ്പായിട്ട് തന്നെ അത് പഠിച്ചേ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നെഗോഷ്യബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഇൻസ്ട്രുമെന്റ് ആൾവേസ് ഇൻ ദ ഫോം ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ആക്ടിൻ്റെ ഒരു ഓവർവ്യൂ ജസ്റ്റ് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഡു യു മീൻ ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആൻഡ് വിച്ച് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓർ എസെൻഷ്യൽ ക്യാരക്ടർ ഓർ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി ആൾവേസ് ഇൻ റൈറ്റിംഗ് ഫോർമാറ്റ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ഫ്രം one person to another. that word is called as negotiable. എങ്ങനെയൊക്കെയാണ്? ബൈ മിയർ ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ചെയ്യാം. ഈ ഡെലിവറി മാത്രം ചെയ്യുന്ന ഏതാണ്? ഡെലിവറി മാത്രം ചെയ്യുന്നത് ബെയറർ ഇൻസ്ട്രുമെന്റ് ആണ്. എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഓർഡർ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. ഇത് രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഡെലിവറി ആൻഡ് എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ചെയ്യുന്ന കോൺസെപ്റ്റിനെ കുറിച്ച്. നെക്സ്റ്റ്, ഇങ്ങനെ നമ്മൾ നെഗോസിയേഷൻ ചെയ്യുമ്പോൾ എന്താ അവിടെ ട്രാൻസ്ഫർ ആകുന്നത്? പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ടു ദ ബോണഫൈഡ് ട്രാൻസ്ഫർ. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു പക്ഷേ നിങ്ങൾക്ക് റോട്ടിൽ കിടന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ബെയറർ ഇൻസ്ട്രുമെന്റ് കിട്ടിയാലും യു ആർ ദ ഹോൾഡർ ബട്ട് യു ആർ നോട്ട് ദ ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഡിഫക്റ്റ് അറിയാതെ കിട്ടുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള അൺലോഫുൾ മീൻസിലൂടെ കിട്ടുന്ന ഒരാളല്ല, അതല്ലാതെ വരുന്ന ലോഫുൾ മീൻസിലൂടെ ഒരു ഇൻസ്ട്രുമെന്റ് അക്വയർ ചെയ്യുന്ന ആളെ കുറിച്ചാണ്. ഈവൻ ദ ഗിഫ്റ്റ് ആൾസോ കൺസിഡർ ആസ് എ ബോണഫൈഡ് ട്രാൻസ്ഫറി ഫോർ വാല്യൂ. അതായത് വാല്യൂ കൊടുത്ത് മേടിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ജനറൽ മീനിങ് ആണ്. ഗിഫ്റ്റ് ആണെങ്കിൽ എന്താണ്? ഇൻസ്ട്രുമെന്റ് വാലിഡ് തന്നെയായിരിക്കും. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഫസ്റ്റ് നമുക്കറിയാം, ഇറ്റ് ഷുഡ് ബി നെസസറിലി ഇൻ റൈറ്റിംഗ് തന്നെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സൈൻഡ്. അത് ആരൊക്കെ സൈൻ ചെയ്യണം? ഓരോരോ ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തിരിക്കും. ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതായത് ഒരിക്കലും നെഗോസിയേഷനെ ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി നെഗോഷിയബിൾ ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആണ്. നെക്സ്റ്റ്, ഹോൾഡേഴ്സ് ടൈറ്റിൽ എപ്പോഴും ഫ്രീ ഫ്രം ഡിഫക്ട്സ് ആയിരിക്കും. ഇറ്റ് ഈസ് എൻ പ്രിസംപ്ഷൻ ആണ്. നെക്സ്റ്റ്, ഏത് ഡേറ്റ് വരെ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ടിൽ ദ ഡേറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിനെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നെഗോസിയേഷൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കാം. നെക്സ്റ്റ്, എവറി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ്. ഇത് ഇതിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ നമ്പർ 4 പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓർഡർ. ഇതിനെ കുറിച്ച് സെക്ഷൻ നമ്പർ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർഡർ, അല്ലെങ്കിൽ 6 എന്താണ്? സെയിം കോൺസെപ്റ്റ്. ദ പ്രോമിസ് or order to pay must consist of money only. എന്ത് മാത്രമാണ് നമ്മൾ ഈ കൊടുക്കാൻ ഓർഡർ ചെയ്യുന്നത്? മണി ഓൺലി, അതായത് കൈൻഡ് ആയിരിക്കരുത്. നെക്സ്റ്റ്, സം ടൈം പേ must be certain. To whom it should be paid and what is the amount and the time. ടൈം ഡിമാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, should be certain ആയിരിക്കണം. നെക്സ്റ്റ്, ഇൻസ്ട്രുമെന്റ് must be delivered. അത് ഓർഡർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ബെയറർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ബിയറർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഡെലിവറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിയർ ഡ്രോയിങ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ദ ലയബിലിറ്റി. അതായത് എൻഡോഴ്സ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടാകില്ല. നമുക്കത് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഏത് മാർക്കിനാണെങ്കിലും ചോദിക്കാം കേട്ടോ. 7 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം, 4 മാർക്കിനും ചോദിക്കാം, ഏത് മാർക്കിനാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ബെയറർ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഓർഡർ ഇൻസ്ട്രുമെന്റ് ഡിഫറൻസ് ആണ്. ആൾറെഡി നമുക്കറിയാം, പേയുടെ പേര് സ്പെസിഫൈ അല്ല, ടു എന്ന് പറയുന്നത് സ്പെസിഫൈ അല്ലെങ്കിൽ ഉറപ്പായിട്ട് എങ്ങനെയായിരിക്കും? അത് ബെയറർ ഇൻസ്ട്രുമെന്റ് തന്നെയായിരിക്കും. അപ്പോൾ ആരുടെ കയ്യിൽ അതുണ്ടോ ദേ ആർ കൺസിഡർഡ് ആസ് എ ഹോൾഡർ ഓഫ് ദ ബെയറർ ഇൻസ്ട്രുമെന്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഓണർ. ആരുടെ കയ്യിൽ അതുണ്ടോ ദേ ആർ കൺസിഡർഡ് ആസ് എ ഓണർ. അപ്പോൾ ഇതെങ്ങനെ നെഗോസിയേഷൻ ചെയ്യുന്നത്? ഇപ്പം ഞാൻ നിങ്ങളുടെ പേര് എഴുതാതെ എൻ്റെ അടുത്തൊരു ഡോക്യുമെന്റ് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ യു ആർ ദ ഓണർ. ഇതൊരു പ്രിസംപ്ഷൻ ആണ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൂ പൊസസ് ഇറ്റ്. നമ്മൾ ആരുടെ കയ്യിലുണ്ടോ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? പൈസ കൊടുക്കും. പേര് നിർബന്ധമല്ലെന്നല്ല, പേരില്ല. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, നമ്മൾ ബെയറർ ചെക്ക്, സെൽഫ് ചെക്ക് എഴുതൂലേ? നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ ബാങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ സെൽഫ് എന്ന് എഴുതിയിട്ട് OTC കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നതൊക്കെ എന്താണ്? ബെയറർ ചെക്ക് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എൻഡോഴ്സ്മെന്റ് ചെയ്യണം. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻഡോഴ്സ്മെന്റ്? നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി നമുക്ക് ചെയ്യാം. എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എൻഡോഴ്സ്മെന്റ് പ്ലസ് ഡെലിവറി ചെയ്യണം. എൻഡോഴ്സ്മെന്റ് ഓർ ഡെലിവറി എന്നൊരു കോൺസെപ്റ്റ് അല്ല, എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി എന്നൊരു സംഭവമാണ്. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ
ടു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു സ്പെസിഫൈഡ് പേഴ്സന്റെ പേര് അവിടെ ഉണ്ടായിരിക്കും, ഒരിക്കലും അത് ബ്ലാങ്ക് ആയിരിക്കില്ല. ഇൻഡിവിജ്വൽസിന്റെ നെയിം, ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ വ്യക്തി എന്നല്ല, സം പേഴ്സൺസ് നെയിം ആർ ദേർ. ഓക്കെ, ഓർഡർ ചെക്ക് കൃത്യമായിട്ട് ഒരാളുടെ പേര് എഴുതിയിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒരു ഓവർവ്യൂ നിങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മുടെ കോൺസെപ്റ്റ്, അപ്പോൾ ഫസ്റ്റ് ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബെയറർ ഇൻസ്ട്രുമെന്റ്, ഓർഡർ ഇൻസ്ട്രുമെന്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് കോൾഡ് ആസ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്? എൻഡോസ്മെന്റ് നമ്മൾ എവിടെ, ഡോക്യുമെന്റിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് എന്താണ് നമ്മൾ റൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ ഞാനൊരു ഇൻസ്ട്രുമെന്റ് ഡ്രോ ചെയ്തു, അതിനുശേഷം നിങ്ങളെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് മിസ്റ്റർ എക്സിന് കൊടുത്തു. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ട്രാൻസാക്ഷന്റെ പേരാണ് എന്ത്, എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് എന്താകും, എൻഡോർസർ ആകും. എക്സിന്റെ പേര് എന്താകും, എൻഡോസി ആകും. ക്ലിയറാ? ഞാനിത് എവിടെ എഴുതുന്നത്, ഇത് ഫ്രണ്ട് സൈഡ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ദിസ് ഈസ് ദ ബാക്ക് സൈഡ്. ഇപ്പോൾ ഇവിടെ ഒരു പേജ് ഉണ്ടായിരിക്കും, ഇവിടെ എന്താണ് എനിക്ക് എഴുതാൻ പറ്റും, ടു മിസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ട് സൈൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് ആസ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ ആക്ട് ഓഫ് ദ ഹോൾഡർ, ഹു ഈസ് ദ ഹോൾഡർ. അപ്പോൾ എക്സ് എന്ത് ചെയ്യാം, വൈക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ എത്ര നാൾ ട്രാൻസ്ഫർ ചെയ്യാം, ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം എന്താണ്, ആ ഇൻസ്ട്രുമെന്റിന് ഇൻബിൽറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അത് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, സൈനിങ് ഹിസ് ഓർ ഹെർ നെയിം ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, ദെയർ ബൈ ട്രാൻസ്ഫറിങ്. എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ എൻഡോസ്മെന്റിലൂടെ, ടൈറ്റിൽ അല്ലെങ്കിൽ ഓണർഷിപ്പ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് എൻഡോസ്മെന്റ് ഉണ്ട്, ഫുൾ എൻഡോസ്മെന്റ്, ബ്ലാങ്ക് എൻഡോസ്മെന്റ്. ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതുണ്ടോ, എക്സ്പ്രസ് ടു ബി പേയബിൾ ടു ദ ബെയറർ ഓർ ദ ലാസ്റ്റ് എൻഡോസ്മെന്റ് ഈസ് ബ്ലാങ്ക്. എന്താണ് ഈ ലാസ്റ്റ് എൻഡോസ്മെന്റ് ഈസ് ബ്ലാങ്ക് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് ഒരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ഞാൻ ബില്ല് ഡ്രോ ചെയ്തു, നിങ്ങളെ കൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് എക്സിന് ട്രാൻസ്ഫർ ചെയ്തു, എക്സ് അത് എന്ത് ചെയ്തു, വൈക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, വൈ എന്ത് ചെയ്തു, ഇത് സെഡിന് ട്രാൻസ്ഫർ ചെയ്തു, പക്ഷെ സെഡിന്റെ പേര് എഴുതിയില്ല. അപ്പം ലാസ്റ്റ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലാങ്ക് ആണ്. ഈ ലാസ്റ്റ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി പീരീഡിന്റെ അവിടെ വരുന്ന ലാസ്റ്റ് ഡ്യൂ ഡേറ്റിൽ വരുന്ന എൻഡോസ്മെന്റ്. അതിനകത്ത് എൻഡോർസിയുടെ പേരെന്താണ്, ബ്ലാങ്ക് ആണ്. ആരാ എൻഡോസി എന്ന് പറയുന്നത്? ഞാനും ഇവിടെയും എൻഡോസി ഉണ്ട്, എക്സും വൈയും തമ്മിലുണ്ട്, വൈയും സെഡും തമ്മിലുണ്ട്. അപ്പോൾ എൻഡോസ്മെന്റ് എത്ര തവണ, 1,00,000 തവണ വേണമെങ്കിലും പോകും, അതിന് പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം ഇത്ര പ്രാവശ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഓർത്ത് വെക്കുക. ഇപ്പോൾ ഫുൾ എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എൻ്റെ പേരും ഉണ്ടായിരുന്നു, എക്സിന്റെ പേരും ഉണ്ടായിരുന്നു, ഫുൾ എൻഡോസ്മെന്റ്. എക്സിന്റെ പേരും ഉണ്ടായിരുന്നു, വൈയുടെ പേരും ഉണ്ടായിരുന്നു, ഫുൾ എൻഡോസ്മെന്റ്. വൈയുടെ പേരുണ്ട്, സെഡിന്റെ പേരില്ല, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബ്ലാങ്ക് എൻഡോസ്മെന്റ്. അപ്പോൾ സെഡിന് ഈ ഡോക്യുമെന്റ് വൈ കൈമാറിയാൽ സെഡ് കൊണ്ടുപോയി നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ എന്ത് കൊടുക്കണം, ഇൻസ്ട്രുമെന്റിന് പൈസ കൊടുക്കണം. കാരണം ദാറ്റ് ഈസ് എ ബെയറർ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നിങ്ങൾ അൾട്ടിമേറ്റ്ലി എന്താണ്, പൈസ കൊടുത്താൽ മതി. സോ ഇഫ് ദ എൻഡോർസർ സൈൻ ഹിസ് നെയിം ഓൺലി, ഇറ്റ് ഈസ് സെയ്ഡ് ടു ബി ബ്ലാങ്ക്. If he has the directions to pay the amount mentioned in the instrument, അല്ലെങ്കിൽ to the order of a specified person, ഒന്നെങ്കിൽ ഇയാൾക്കോ അല്ലെങ്കിൽ സെഡിനോ, സെഡ് പറയുന്ന ആൾക്കോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നാ ഇൻസ്ട്രുമെന്റ് ആകും, ദാറ്റ് ഈസ് എ ഫുൾ എൻഡോസ്മെന്റ് ആകും. അവിടെ എൻഡോസിയുടെ പേരെന്താണ്, വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇനി അടുത്ത ഡോക്യുമെന്റിന്റെ പേരാണ് പ്രോമിസറി നോട്ട്. നമ്മൾ 3 ടൈപ്പ് ഓഫ് എൻഡോസ്, നമുക്ക് ഡെലിവറി ഓർഡേഴ്സ്, ഹുണ്ടീസ്, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഏതാണ്, 3 ടൈപ്പേ നമുക്കുള്ളൂ ഈ ആക്ടില്, പ്രോമിസറി നോട്ടും, ബിൽ ഓഫ് എക്സ്ചേഞ്ചും, ചെക്കും. ഈ 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോമിസറി നോട്ടാണ്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ്, ഇപ്പൊ നമുക്ക് ബയ്യർ ആൻഡ് സെല്ലറിന്റെ എക്സാമ്പിൾ എടുക്കാം. ബയ്യർ ആൻഡ് സെല്ലർ. ഓക്കെ, ബയ്യർ ആൻഡ് സെല്ലറിൽ ബയ്യർ ഒരു സാധനം മേടിച്ചു, 10,000 രൂപ വറുത്തുള്ള ഒരു സാധനം മേടിച്ചു. ഓക്കെ, പക്ഷെ ബയ്യർ എന്താണ്, സെല്ലറിന് പൈസ കൊടുത്തില്ല. ബയ്യർ എന്ത് ചെയ്തു, ഒരു ഡോക്യുമെന്റിൽ എഴുതി, ഇങ്ങനെ എഴുതി, ഞാൻ 1 month ആഫ്റ്റർ 10,000 രൂപ നിനക്കോ നീ പറയുന്ന ആൾക്കോ ഞാൻ തരാം. സെല്ലറിനോ 1 month ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തു. ഓക്കെ, അന്നേരം ഈ ഡോക്യുമെന്റ് ആർക്ക് കൈമാറി, ഈ ഡോക്യുമെന്റ് നേരെ നമ്മുടെ സെല്ലറിന് കൈമാറി. ഈ ഡോക്യുമെന്റ് ഇപ്പോൾ ആരുടെ കയ്യിലുള്ള, സെല്ലറിന്റെ കയ്യിലുണ്ട്. സമയമാകുമ്പോൾ സെല്ലർ ഇത് ആർക്ക് കൊടുക്കും, ബയ്യറിന് കൊടുക്കും. സോ ഇങ്ങനെ ഒരു ഡെറ്റർ താൻ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു പ്രോമിസ് സെല്ലറിന് ഒരു ഇൻസ്ട്രുമെന്റിൽ എഴുതി കൊടുക്കുന്നതിന്റെ പേരാണ് പ്രോമിസറി നോട്ട് ഇൻ വെരി സിമ്പിൾ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ബയ്യർ ഈസ് ദ ഡെറ്റർ, ഹി ഈസ് ദ ക്രെഡിറ്റർ. അപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്, ബയ്യർ ആണ്. അപ്പോൾ നമ്മൾ വേറൊരു പേരും കൂടെ കൊടുക്കും, ഹി ഈസ് ദ മേക്കർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്.
ആൻഡ് ഈ ഡോക്യുമെന്റ് ആർക്കാ പൈസ കിട്ടുന്നത്? സെല്ലറിനാണ്. സോ ഹി ഈസ് ദ പേയി ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഹി ഈസ് ദ പേയി ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ആണ്. ഏത് ഫോർമാറ്റിലാണ്? ഉറപ്പായിട്ടും അത് റിട്ടൺ ഫോർമാറ്റിലായിരിക്കണം. ഇവിടെ എന്താണ്? അൺകണ്ടീഷണൽ അണ്ടർടേക്ക്. ഇതൊക്കെ ഒരു ജനറൽ ടേം ആണ്. നമുക്ക് ഇതിനൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ചില സമയത്ത് ഇതിനൊക്കെ മാറ്റം വരാം. അപ്പോൾ ഇവിടെ അൺകണ്ടീഷണൽ മീൻസ് വിത്തൗട്ട് എനി കണ്ടീഷൻ ഓർ ക്വാളിഫിക്കേഷൻ ആണ്. അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ പ്രോമിസ്. ഈ മീനിങ് ഒക്കെ ഇന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. കാരണം പ്രോമിസറി നോട്ട് അത് ഇതേപോലെ പഠിച്ചു വെച്ചാൽ ഇതൊരു ഡെഫിനേഷൻ ആണ്, മാറ്റാൻ പറ്റില്ല. സെക്ഷൻ നമ്പർ 4 ഇതിനെക്കുറിച്ച് പറയുന്നത്. കറക്റ്റാ? സെക്ഷൻ നമ്പർ 4 പറയുന്നത്. സോ സൈൻഡ് ബൈ ദ മേക്കർ, സൈൻഡ് ബൈ ദ മേക്കർ ടു പേ എ സർട്ടൈൻ സം. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? സം ഈസ് ഷുഡ് ബി സർട്ടൈൻ. എന്ത് കൊടുക്കാൻ വേണ്ടി മാത്രം? മണി ഓൺലി. അതായത് നിങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ മീനിങ് പഠിച്ചിട്ട് അതെല്ലാം ഈ പറഞ്ഞ 4, 5, 6 ഇട്ടാലും സെയിം ആയിരിക്കും. ഈ പറഞ്ഞ 4, 5, 6 മീനിങ് എല്ലാം ഇട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഫീച്ചേഴ്സ് വയ്ക്കുമ്പോൾ എഴുതിയാലും സെയിം ആയിരിക്കും. ഓക്കെ, ആൻഡ് ഒന്നെങ്കിൽ ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ബെയറർ ആയിരിക്കാം. ഓക്കെ, പക്ഷെ ബാങ്ക് നോട്ട് കറൻസി നോട്ട് അല്ല. നമ്മൾ ഈ പറയുന്ന 10 രൂപയുടെ നോട്ട്, ആ നോട്ടിനെ കുറിച്ചല്ല. ഇതല്ലാതെ പ്രോമിസറി നോട്ടാണ്. കാരണം അങ്ങനെ പറയാൻ കാരണങ്ങളുണ്ട്, മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും പ്രോമിസറി നോട്ടിന്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എത്ര പാർട്ടീസ് ഉണ്ട്? 2 പാർട്ടീസ് ഉണ്ട്. മേക്കർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആരായിരിക്കും? മേക്കർ ഈസ് ആൾവേസ് ദ ഡെറ്റർ. ആര് സൈൻ ചെയ്യണം? ഹി ഷുഡ് സൈൻ. അപ്പോൾ ഇൻസ്ട്രുമെന്റ് എഴുതി ഈ സൈൻ അവൻ ചെയ്തില്ലെങ്കിലോ? സൈൻ ചെയ്തില്ലെങ്കിൽ there is no liability. സൈനിങ് എന്തിനെ ഉദ്ദേശിക്കുന്നു? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഉദ്ദേശിക്കുന്നു. അത്രയും ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, പേ എന്ന് പറയുമ്പോൾ ആരാണ്? പേ ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും ചെക്കിലും പ്രോമിസ് നോട്ട് എല്ലായിടത്തും സെയിം തന്നെയാണ്. പേ എന്ന് പറയുമ്പോൾ ആ നോട്ടിൽ ഇനി നിങ്ങൾക്ക് നോട്ട് എന്ന് പറഞ്ഞ് മാത്രം എഴുതാം. അത് പ്രോമിസ് നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് രണ്ടും വന്നാൽ നിങ്ങൾക്ക് നോട്ട് എന്ന് എഴുതിയ പ്രശ്നമില്ല. പക്ഷേ ഓക്കെ, അതായത് പ്രോമിസ് നോട്ടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ പ്രോമിസ് നോട്ട് എഴുതാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എന്ന് എഴുതാം. പക്ഷെ ഒരു തവണ മാത്രമുള്ളതെങ്കിൽ നീ ജസ്റ്റ് റൈറ്റ് പ്രോമിസറി നോട്ട് ഫുൾ ആയിട്ട് എഴുതിക്കോ. പ്രോമിസറി നോട്ട് അതിന്റെ പൈസ ആർക്കാണോ? റിസീവർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. റിസീവർ ആർക്കാണോ അതിന്റെ പൈസ കിട്ടുന്നത് ഈസ് കോൾഡ് ആസ് എ പേ. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, യെസ്. ഇനി ക്യാരക്ടർ ആണ്. ആൾവേസ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഫോർമാറ്റ്. ഞാൻ തരാം. ഇറ്റ് ഈസ് നോട്ട് എ പ്രോമിസറി നോട്ട്. ഇറ്റ് ഷുഡ് ബി ആൾവേസ് ഇൻ എ റിട്ടൺ ഫോർമാറ്റ് ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്? 2 മാർക്കിന്റെയോ അല്ലെങ്കിൽ 1 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് വിത്ത് റീസൺ. അപ്പോൾ ഈ പ്രോമിസ് നോട്ടിന്റെ ഈ പോയിന്റ്സ് എല്ലാം നല്ലപോലെ മാർക്ക് ചെയ്തോ വിത്ത് റീസൺ. അപ്പോൾ ഓറൽ പ്രോമിസ് വാലിഡ് ആണോ? എക്സാമ്പിൾ പറയാം. എ മേക്സ് എ പ്രോമിസ് ഇൻ ഓറലി ടു ബി ദാറ്റ് ഹി വിൽ മേക്ക് എ പേയ്മെന്റ് ഓഫ് ₹10,000. അങ്ങനെ ഒരു സെന്റൻസ് നൽകും. അത് വാലിഡ് ആണോ? അല്ല. ഇവിടെ എപ്പോഴും എന്തായിരിക്കണം? റിട്ടൺ ആയിരിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്രസ് പ്രോമിസ് ടു പേ. ഐ ഒ യു. ഞാൻ എന്താണ്? നിങ്ങൾക്ക് പൈസ തരാനുണ്ട്. നമ്മൾ പറയത്തില്ല, നിങ്ങളിപ്പോൾ ഒരാൾക്ക് കടം കൊടുത്തതിന് ശേഷം അവൻ പറയുവാണ് വളരെ നന്ദിയുണ്ട്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അവൻ തരാന്ന് പറയുന്നുണ്ടോ? ഇല്ല, തരാനുണ്ടെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഞാൻ തരും എന്നാണ് പറയേണ്ടത്. ഐ ഒ യു എന്നല്ല. I will give you. I promise to make the payment. So mere acknowledgement. അയ്യോ തരാനുണ്ട്, കുറേ പൈസ തരാനുണ്ട്, അതൊരിക്കലുമല്ല എന്തല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതണം? ആൻസർ എഴുതുന്ന സമയത്ത് A makes a promise that I owe you. പ്രോമിസ് അല്ല, ഇങ്ങനെ പറയാണ് I owe you എന്നൊരു സ്റ്റേറ്റ്മെന്റ്. I owe you ₹5,000. Is it a valid promissory note? No. Because you have to write this one. ഇനി promise to pay should be definite and unconditional. എപ്പോഴും എന്തായിരിക്കണം? വിത്തൗട്ട് എനി കണ്ടീഷൻ ആയിരിക്കണം. ഇന്ന സംഭവിച്ചാൽ തരാം, ചത്ത് കഴിഞ്ഞാൽ തരാം. നോർമലി അങ്ങനെ ആയിരിക്കാൻ പാടില്ല. അതായത് ഒരു പർട്ടിക്കുലർ ആക്ട് നടന്നാലോ നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ചെയ്താലോ ചെയ്തില്ലെങ്കിലോ പ്രോമിസറി നോട്ട് വാലിഡ് എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇനി അതിനൊരു പ്രൊവിസോ അല്ലെങ്കിൽ എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? നിങ്ങൾക്ക് കണ്ടീഷൻസ് ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കണം. നിങ്ങളുടെ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡെത്ത് വാലിഡ് ആണോ? വാലിഡ് പ്രോമിസറി നോട്ടാ. കാരണം എന്താണ്? ഡെത്ത് ഈസ് ഷുവർ ഷോട്ട്. ഉറപ്പായിട്ട് എപ്പോഴെങ്കിലും ചാവൂലോ. പക്ഷെ മാരേജ് നടക്കില്ല. ഇങ്ങനെ പറയാണ് A makes a promise that he will make a payment of ₹10,000 once A died. വാലിഡ്. ഇനി ഒരു കോൺസെപ്റ്റ്, A മരിച്ചിട്ട് A എന്തെങ്കിലും ബാക്കി വെച്ചാൽ തരാം. അപ്പൊ അത് വാലിഡ് ആണോ സാറേ? അല്ല. മരിക്കുന്ന ഉറപ്പാണ്. A ബാക്കിക്കുന്ന ഉറപ്പുണ്ടോ? ഇല്ല. ഇസ് എൻ അൺസർട്ടൻ ഇവന്റ് ആണ്. അപ്പോ മാൻ കൈൻഡിൽ ഇതൊക്കെ എഴുതാൻ പിള്ളേർക്ക് ചില ബുദ്ധിമുട്ടാണ് കേട്ടോ. The promise should be always definite and unconditional. ഇതെന്താണ്? ഒരു ടെർമിനോളജിയാണ്. ഇതെന്താണ്? ഒരു ടെർമിനോളജിയാണ്. ഡെഫിനറ്റ് ആൻഡ് അൺകണ്ടീഷണൽ. ഇത് രണ്ടും എന്താണ്? ടേമാണ്. ഇത് രണ്ടും ആൾവേസ് പെർഫോമൻസ്, നോ പെർഫോമൻസ്, പർട്ടിക്കുലർ ആക്ട്,
ഹാപ്പനിങ്, നോൺ ഹാപ്പനിങ്, ഈവെന്റ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്. എ പ്രോമിസ് ടു ബി സബ്ജക്ട് ടു എ കണ്ടീഷൻ ഇൻ ദ ഓർഡിനറി എക്സ്പീരിയൻസ് ഓഫ് എ മാൻ കൈൻഡ് ബൗണ്ട് ടു ഹാപ്പൻ. ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്, ടെക്നിക്കൽ ടേം. ഇത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താണ് നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ചില ടെക്നിക്കൽ ടേംസ് എന്താണ് നമ്മുടെ ആൻസറിൽ വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ എഴുതിയതിനു ശേഷം നമ്മൾ അതിനൊന്ന് അണ്ടർലൈൻ ചെയ്യണം. പേനയിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് വിടുക. മാൻകൈൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൗണ്ട് ടു ഹാപ്പൻ, ഉറപ്പായിട്ട് സംഭവിക്കും. നെക്സ്റ്റ്, സൈൻ ബൈ ദ മേക്കർ, ജനറൽ കോൺസെപ്റ്റ് ആണ്. സൈൻ ചെയ്തില്ലെങ്കിൽ ഇല്ല. നെക്സ്റ്റ്, എന്ത് മാത്രമാണ്? പൈസ, സർട്ടൈൻ സമ്മാനിക്കണം. നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. മേക്കർ ആൻഡ് പേ മസ്റ്റ് ബി സർട്ടൈൻ, ഡെഫിനറ്റ് ആൻഡ് ഡിഫറെൻറ്റ് പേഴ്സൺസ്. ഉറപ്പായിട്ടും രണ്ടുപേരുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രോമിസിനോടിൻ്റെ മീനിങ്ങിൽ സെക്ഷൻ നമ്പർ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നെങ്കിൽ ബെയറർ ആകാം, അല്ലെങ്കിൽ ഓർഡർ ആകാം. പക്ഷെ ബെയറർ എന്ന് പറയുന്നത് സെക്ഷൻ 31 പ്രകാരം ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ RBIക്കും മാത്രമേ അധികാരമുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതും, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ഓർ ₹100 ഓൺലി. അപ്പോൾ ആ നോട്ടിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റിൻ്റെ വാല്യൂ എത്ര, അല്ലെങ്കിൽ പേപ്പറിൻ്റെ വാല്യൂ എത്രയാണ്? = 100 രൂപ. അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും കള്ളനോട്ട് അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സെക്ഷൻ 31 ഓഫ് RBI ആക്ട് പ്രകാരം ഓൺലി ദ റിസർവ് ബാങ്ക് ഏതൊക്കെ സമയത്ത്? 2 രൂപ തൊട്ട് 500 രൂപ നോട്ട് വരെ സെൻട്രൽ ഗവൺമെൻറ്, കോയിൻസും അതേപോലെ തന്നെ 1 രൂപയുടെ നോട്ടും. ഇത് ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? RBIക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ്, സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? സെയിം ആണ്. നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബയ്യറും സെല്ലറും ആയിരുന്നു അല്ലേ എക്സാമ്പിൾ. അപ്പോൾ ബയ്യറും സെല്ലർ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, ബയ്യർ ആൻഡ് സെല്ലർ. ഓക്കെ, ഈ ബയ്യറും സെല്ലറും ഡോക്യുമെൻറ്റിൽ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൽ, ഓക്കെ, നമ്മുടെ ബയ്യർ സാധനം മേടിച്ചു, സെല്ലറിന് ഒരു 5000 രൂപ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സെല്ലർ എന്ത് ചെയ്തു? ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ബയ്യറിനോട് പറഞ്ഞു, ബയ്യറേ, നീ 5000 രൂപയുണ്ടല്ലോ 1 മാസത്തിന് ശേഷം തരണം. എന്നിട്ട് അവൻ സൈൻ ചെയ്തു. നേരെ ആർക്ക് കൊടുത്തു? നമ്മുടെ ബയ്യറിന് അയച്ചു കൊടുത്തു. ബയ്യർ എന്ത് ചെയ്തു? ബയ്യർ ആ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തു. ലയബിലിറ്റി ക്രിയേറ്റ് ആയോ? ലയബിലിറ്റി ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഡോക്യുമെൻ്റ് ആരുടെ വിലയുണ്ട്? ബയ്യറിൻ്റെ വിലയുണ്ട്. ബയ്യർ എന്ത് ചെയ്യുന്നു? സൈൻ ഇട്ടിട്ട് ഈ ഡോക്യുമെൻ്റ് ആർക്ക് തിരിച്ചയക്കുന്നു? സെല്ലറിന് തിരിച്ചയക്കുന്നു. അപ്പോൾ ഇവിടെ പ്രോമിസിനോട് ഒന്ന് കമ്പയർ ചെയ്തേ. ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത് ആരാ? സെല്ലറാണ്. പക്ഷെ അവിടെ എങ്ങനെയായിരുന്നു? ബയ്യർ ആയിരുന്നു. മറ്റേ ഡോക്യുമെൻറ്റിൽ എങ്ങനെയായിരുന്നു? പ്രോമിസിനോട്ടിൽ ഞാൻ തരാം സാർ, ഉറപ്പായിട്ടും തരാം. പക്ഷേ സെല്ലർ എങ്ങനെ പറഞ്ഞത്? മര്യാദയ്ക്ക് തരണം എന്നൊരു കോൺസെപ്റ്റ് അല്ലേ പറഞ്ഞത്? യെസ്. ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ബാക്കിയെല്ലാം സെയിം ആണ്, റൈറ്റിംഗ്. പക്ഷെ ഇവിടെ അൺകണ്ടീഷണൽ എന്തായിരിക്കണം? ഓർഡർ ആയിരിക്കണം. അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. മേക്കറും സൈൻ ചെയ്യണം, മറ്റേ ആളും സൈൻ ചെയ്യണം കേട്ടോ. ഡയറക്റ്റിംഗ് ആണ്. നീ തരണം, ഇന്ന ആൾ കൊടുക്കണം, എനിക്കോ ഞാൻ പറയുന്ന ആൾക്കോ കൊടുക്കണം. ഇവിടെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത് ആരാ? സെല്ലർ. അപ്പോൾ അവൻ്റെ പേര് എന്താണ്? മേക്കർ. അല്ലെങ്കിൽ നമ്മൾ ഡ്രോയർ എന്നൊക്കെ നമ്മൾ പറയും. ഡ്രോയർ. ബയ്യർ വേറൊരു പേരാണ്, ഡെറ്റർ ആണ്. ഒരു പുതിയൊരു പേരുണ്ട്, ഡ്രോയി. ഓക്കെ. പെയ് നമ്മൾ പറഞ്ഞു ജനറൽ നെയിമാണ്. അപ്പോൾ ഇയാൾ തന്നെ ആരാണ്? പെയ്. അപ്പോൾ എത്ര പേരല്ല ഒരാൾക്ക്. ഓക്കെ. ഇനി ഈ സെല്ലർ എന്താണ്? എക്സ് എന്നൊരാൾക്ക് പൈസ കൊടുക്കാറുണ്ടെന്ന് വെച്ചോ. അപ്പോൾ പെയ് എന്നൊരു പേര് ഇവിടെ വിട്ടും ഈ എക്സ് ആയിട്ട് ആരായിട്ട് മാറും? പെയ് ആയിട്ട് മാറും. ഇപ്പം നോർമലി 2 പാർട്ടീസേ ഉള്ളൂ, 3 പാർട്ടീസും ആകാം. ഓക്കെ. പക്ഷെ പ്രോമിസ് നോട്ടിലോ എപ്പോഴും 2 പാർട്ടീസേ ഉള്ളൂ. അവിടെ ഡ്രോയി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. മേക്കറും പെയ് 1 2 3 4 അങ്ങനെ മാറിക്കൊണ്ട് പോകും. ഓക്കെ. ബാക്കിയെല്ലാം സെയിം ആണ്. സർട്ടൈൻ സമ്മാനിക്കണം, മണി ഓൺലി ആയിരിക്കണം, ഓർഡർ ആണ്, ബെയറർ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അത്രയും ക്ലിയറാ? യെസ്. ഇനി 3 പാർട്ടീസ് ഉണ്ട്. ഡ്രോയർ, ദ പേഴ്സൺ ഹു ഈസ് ഡ്രോയിങ്. മേക്കർ, ക്രെഡിറ്റർ ആയിരിക്കും. ഡ്രോയി, ഡെറ്റർ. പെയ്, ദ പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ്. ഇവിടുത്തെ ഫീച്ചേഴ്സിൻ്റെ മേളിൽ വലിയ ക്വസ്റ്റ്യൻസ് വരില്ല. ഒരു പോയിന്റ് മാത്രം. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, മസ്റ്റ് കണ്ടെയ്ൻ ആൻഡ് എക്സ്പ്രസ് ഓർഡർ ടു പേ, അൺകണ്ടീഷണൽ, സൈൻ ദ ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ് ഇവിടെ എന്താണ്? എത്ര പാർട്ടീസ് ഉണ്ടായിരിക്കണം നമ്മുടെ എക്സാമ്പിളിൽ? ഇവിടെ നോക്കിക്കേ, 3 പാർട്ടീസ്, ഡ്രോയറും ഡ്രോയിങ് പേയും. പക്ഷേ 2ആയിട്ട് ചുരുക്കാൻ പറ്റും. ഒരാൾക്ക് 2 റോൾ വഹിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഡ്രോയറിന് തന്നെ പേയ് ആകാം. ഓക്കെ, ക്ലിയർ ആണോ? ഡ്രോയറിന് തന്നെ പേയ് ആകുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നോക്കുക. 3 പേരും സർട്ടൈൻ ആയിരിക്കണം. 3 പേരും ഡിഫറെൻ്റ് ആകണം നിർബന്ധമില്ല. ഒരാൾക്ക് എന്താണ്? 2 റോൾ വഹിക്കാം. നെക്സ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിമാൻഡ് ആൻഡ് ഉണ്ടോ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബെയറർ ഡിമാൻഡ്. അതായത് ടൈം ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 2 ഇൻസ്ട്രുമെന്റ്. ടൈം ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി പെയ്ഡ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം. ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ് വെൻ എവർ ഐ ഡിമാൻഡ് യു ഷുഡ് മേക്ക് ദ പേയ്മെന്റ്. അപ്പോൾ ഇങ്ങനെ
ഡിമാൻഡും ബെയറും ഒരുമിച്ച് വരാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ്, ഡിമാൻഡാണ് പക്ഷെ ഓർഡർ ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആൻഡ് സം മസ്റ്റ് ബി സർട്ടൻ, മണി ഓൺലി സ്റ്റാമ്പ്ഡ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോമിസ് നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഫീച്ചറിന് മേളിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മാത്രമേ എക്സാമിനേഷൻ വരികയുള്ളൂ. റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് ഇവിടെ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അവിടെ പഠിച്ചതിനെ തന്നെ ഒരു കോളമിലേക്ക് ഇട്ടാൽ മതി, വ്യത്യാസമൊന്നുമില്ല. ഡെഫിനേഷൻ സെയിം സെക്ഷൻ നമ്പർ എന്താണ് ഡെഫിനേഷൻ എഴുതുക. ഇനി ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ 4 and 5 സെക്ഷനിലാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ് നേച്ചർ, പ്രോമിസ് നോട്ട്, പ്രോമിസ് ടു പേ മണി, പ്രോമിസ് നോട്ട്, ദർ ഈസ് എൻ ഓർഡർ, ദർ ഈസ് എ പ്രോമിസ്. നെക്സ്റ്റ് 2 പാർട്ടീസ് ഉണ്ട്, മേക്കർ ആൻഡ് പേയി. ഇവിടെ എന്താണ് ഡ്രോയർ, ഡ്രോയി, പേയി. ഓക്കെ, അക്സെപ്റ്റൻസ് വേണോ പ്രോമിസ് നോട്ട്? വേണ്ട, കാരണം അയാൾ സൈൻ ചെയ്തിട്ട് തന്നെ പ്രോമിസ് നോട്ട് കൊടുക്കുന്നത്. പക്ഷേ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ സെല്ലർ സൈൻ ചെയ്തിട്ട് ആർക്ക് അയച്ചു കൊടുത്തിരുന്നു? ബയറിന് അയച്ചു കൊടുത്തു. ബയറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് തിരിച്ച് മേടിച്ചത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് അക്സെപ്റ്റൻസ്. നെക്സ്റ്റ് ബെയറർ ആകാം, ഓർഡർ ആകാം. എവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇവിടെ എന്ത് മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ? പ്രോമിസറി നോട്ടിൽ എപ്പോഴും ഓർഡർ മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ. ബെയറർ ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? റിസർവ് ബാങ്കിനും സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ്. അതെങ്ങനെയാണ്? ഡ്രോയർ ഉണ്ടാക്കുന്നു. ബയർ ആൻഡ് സെല്ലർ നോക്കുന്ന സമയത്ത് ബയ്യർ സെല്ലർ, ബയ്യർ സെല്ലറിൻ്റെ അടുത്ത് എന്താണ് ഒരു 50,000 രൂപ മേടിച്ചു, സാധനം മേടിക്കുന്നു. എന്നിട്ട് ബയർ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ എക്സാമ്പിൾ ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുന്നത് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്. ഇവിടെ ചെക്ക് ആരാ ഡ്രോ ചെയ്യുന്നത്? പൈസ കൊടുക്കാനുള്ള ആളാ, പൈസ കിട്ടാനുള്ള ആളാ? പൈസ കൊടുക്കാനുള്ള ആൾ ഡ്രോ ചെയ്യുന്നു. ഓക്കെ, സെല്ലർ എപ്പോഴും എന്തായിരിക്കും? പേ ആയിരിക്കും. ഇവിടെ ചെക്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ബയർ ഡ്രോ ചെയ്തിട്ട് ആരെ അറിയിക്കും? ബാങ്ക്. അപ്പോൾ സാറേ ബാങ്ക് ആരാ? പൈസ നമ്മൾ പൈസ കൊടുക്കുന്ന ആളുടെ പേര് എന്താണ്? ഡ്രോയി ആണ്. അപ്പോൾ ബാങ്ക് ആരാ? ഡ്രോയി ആണ്. പക്ഷെ പൈസ കൊടുക്കുന്ന ആൾ എപ്പോഴും ഡെറ്ററും ക്രെഡിറ്റർ ആകണമെന്നുണ്ടോ? ഇല്ല. ഡെറ്ററും ക്രെഡിറ്റർ ആരും തമ്മില? ബയറും സെല്ലറും തമ്മില. ബയർ ആരാ? ഡെറ്റർ. ക്രെഡിറ്റർ സെല്ലർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ആരാ? ഡ്രോയി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഏജന്റ് ആണ്. അതായത് എൻ്റെ പൈസ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ച ആൾ മാത്രമാണ് ആര്? ബാങ്ക്. അതുകൊണ്ട് ചെക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ടു ദ ബാങ്ക്. അതുകൊണ്ട് തന്നെ ചെക്ക് ഡിസോണർ ആയാൽ കേസല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ചെക്ക് ഡിസോണർ ആയി അല്ലെങ്കിൽ ചെക്ക് മടങ്ങി എന്ന കാരണത്താൽ 2 വർഷം ജയിൽ ശിക്ഷയൊന്നുമില്ല. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് കണ്ടീഷണൽ ആണ്. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ? കേസ് വരികയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. ഡ്രോയി ക്ലിയർ ആണ്. ഇപ്പോൾ ഇവിടെ എന്താണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡ്രോയി ആണ്. ഡെറ്റർ എന്ന് ചിന്തിക്കരുത്, ഡെറ്റർ അല്ല ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ചെക്ക് ഈസ് എ ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ്. ഡ്രോൺ ഓൺ എന്ന വാക്ക് പറയുന്നത് ആൾവേസ് എന്തായിരിക്കും? ഡ്രോയി ആയിരിക്കും. ഡ്രോൺ ഓൺ, ഡ്രോയി എപ്പോഴും സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും. ഇറ്റ് ഈസ് ആൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. വെനെവർ യു റിക്വയർ പ്രസന്റ് ഇറ്റ് ടു ദ ബാങ്ക്. ഓക്കെ, വെനെവർ യു റിക്വയർ യു ക്യാൻ പ്രസന്റ് ഇറ്റ് ടു ദ ഡ്രോയി ബാങ്ക്. അല്ല ചുമ്മാ എപ്പോഴും രാവിലെ ഇന്നൊരു മൂഡാണ് എന്നാൽ പിന്നെ ബാങ്ക് കൊണ്ട് ചെക്ക് കൊടുത്തേക്കാം എന്ന് പറയുമോ? ഇല്ല. ഡ്രോയി എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹു ഇസ് ഡ്രോയിങ്, ഡ്രോയി, ബാങ്ക്, പേ ദ പേഴ്സൺ ഹു ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ്. ട്രങ്കേറ്റഡ് ചെക്ക്. ഈ ട്രങ്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ വേറെ ബാങ്കുകളിൽ എന്താണ് ബ്രാഞ്ച് മാറി നമ്മൾ ചെക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ചെക്ക് കൊണ്ടുപോയി കളക്ഷൻ ചെയ്ത് തിരിച്ചു വരുന്നൊരു പ്രോസസ്സുണ്ട്. ഫിസിക്കലായിട്ട് ചെക്ക് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ് കണ്ണൂർ ബ്രാഞ്ച് കൊടുത്തു, എറണാകുളം ബ്രാഞ്ചിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള. അപ്പോൾ എറണാകുളം ബ്രാഞ്ചിൽ എന്താണ് കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് പോയിട്ട് പിന്നെ അവിടെ ക്ലിയർ ചെയ്ത് പിന്നെ തിരിച്ചു വന്ന് ഭയങ്കര ഒരു എന്താണ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഉണ്ട്. അതിനെ തടയാൻ വേണ്ടി എന്താണ് ഈ പറഞ്ഞ ചെക്കിൻ്റെ ഒരു ഇലക്ട്രോണിക്കൽ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഫോട്ടോ എടുക്കുന്നല്ല, അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എടുത്തിട്ട് എന്താണ് നേരെ എന്താണ് ബാങ്കിന് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ബാങ്ക് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ട്രങ്കേഷൻ വെട്ടിച്ചുരുക്കുക നമ്മൾ പറയും. ഇലക്ട്രോണിക്കൽ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ടുള്ള ചെക്കാണ് ഇലക്ട്രോണിക്കൽ ചെക്ക്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? 3 കാര്യങ്ങളാണ്. 1 ആൾവേസ് ഡിമാൻഡ് ആയിരിക്കും. 2 ഡ്രോയി എപ്പോഴും ബാങ്ക് ആയിരിക്കും. 3 എന്താണ്? സ്റ്റാമ്പിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നോക്കാം. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, എക്സ്പ്രസ് ഓർഡർ, ഡെഫിനറ്റ് അൺകണ്ടീഷണൽ, ഡ്രോയർ മസ്റ്റ് സൈൻ. ബാക്കി എല്ലാം ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇത് 3 സ്റ്റാമ്പിംഗ് വേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് സ്പെസിഫൈഡ് ബാങ്കർ. നെക്സ്റ്റ് ആൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കും, ഡിമാൻഡും 2 തന്നെയായിരിക്കും. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസും എന്താണ്? ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചെക്കിൻ്റെ ഫസ്റ്റ് മീനിങ് സെക്ഷൻ 5-6 ഡ്രോൺ ആൾവേസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കുമാകാം, ബാങ്ക് അല്ലാത്ത ആൾക്കാരുമാകാം. അത് ബാങ്കിന് ബില്ല് ഡ്രോൺ ചെയ്യാവുന്ന രീതിയിൽ. ഓക്കെയാ, ചെക്കിൽ എപ്പോഴും എന്തായിരിക്കും? ഡ്രോൺ അല്ലെങ്കിൽ ഡ്രോയി എന്ന് പറയുന്നത് എപ്പോഴും ബാങ്ക് ആയിരിക്കും. വെൻ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ, ബിൽ ക്യാൻ ബി ടൈം ഇൻസ്ട്രുമെൻറ്റ്, ഡിമാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ചെക്ക് എപ്പോഴും എന്താണ്? ഡിമാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ഗ്രേസ് പീരീഡ് എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവുന്നൊരു സംഭവമാണ്. ഗ്രേസ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10-ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് എങ്കിൽ +3 days എന്താണ് നമുക്ക് ഗ്രേസ് ഡേയ്സ് കിട്ടും. പക്ഷേ ചെക്കിന് അങ്ങനെയൊന്നുമില്ല. 3 months ആണ് വാലിഡിറ്റി. ലാസ്റ്റ് ഡേറ്റ് ഇസ് എ ലാസ്റ്റ് ഡേറ്റ്. എക്സ്ട്രാ ഗ്രേസ് ഡേയ്സ് ഒന്നും കിട്ടില്ല.
അക്സെപ്റ്റൻസിന് ബില്ലിന് വേണം, ചെക്കിന് അക്സെപ്റ്റൻസ് ഒന്നുമില്ല. ബാങ്ക് ചെന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമൊന്നുമല്ല, അതുകൊണ്ട് കൊടുക്കുന്നു. സ്റ്റാമ്പിങ്ങും ബിൽ ഓഫ് എക്സ്ചേഞ്ച് വേണം, ചെക്കിൽ വേണ്ട. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി നോക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ചോദിക്കുന്നത് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഫോറിൻ ഇൻസ്ട്രുമെന്റ് ആണോ ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് ആണോ എന്നൊരു ചോദിച്ചാൽ നോർമലി 2 to 3 മാർക്സ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇൻലാൻഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ്, ഫോറിൻ ഇൻസ്ട്രുമെന്റ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, പ്രോമിസ് നോട്ട് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഡ്രോൺ ഓർ മെയ്ഡ് ഇൻ ഇന്ത്യ. മെയ്ഡ് ഇൻ ഇന്ത്യ ഫസ്റ്റ് കണ്ടീഷൻ, അത് ഫുൾഫിൽ ചെയ്തേ പറ്റൂ. ഇനി ഈ 2 കണ്ടീഷനിലും ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഏതാ? മെയ്ഡ് പേയബിൾ. മെയ്ഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ ആരാ? പേ. ഓക്കെ. ഡ്രോൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ ആരാ? ഡ്രോയിങ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? മേക്കർ, ഡ്രോയർ. ഇത് സ്ഥലം, മെയ്ഡ് ദ പ്ലേസ്. ഓക്കെ, ഇവിടെ പ്ലേസ് ആണ്. ഓക്കെ, ഇവിടെ ആരുടെയാണ്? പേയബിൾ, ദ പെയ്ഡ് സ്ഥലം, ഡ്രോയിഡ് സ്ഥലം. ഓക്കെ, ഇവിടെ ഡ്രോയിഡ് സ്ഥലം വേണ്ട, ദ ഡ്രോയി ചെയ്യുന്ന പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ആയാൽ മതി. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ കണ്ടീഷൻ മാൻഡേറ്ററി ഫുൾഫിൽ ചെയ്യുന്നു. അതായത് ഇങ്ങനെ വരുന്നത് ഇതുണ്ടോ, ഡ്രോൺ ഇൻ ഇന്ത്യ, പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് പേ എവിടെയാ? ഔട്ട്സൈഡ് ഇന്ത്യ. ഡ്രോൺ അപ്പോൺ എ പേഴ്സൺ റെസിഡന്റ് ഇന്ത്യ, ഡ്രോയി എവിടെയാ? ഇന്ത്യ. ഏത് ഇൻസ്ട്രുമെന്റാ? ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിലും ഫോറിൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കരുതിക്കോ കേട്ടോ. ഇവിടെ നോക്കിക്കേ, അപ്പൊ ഇവിടെ 3 ഉണ്ടെങ്കിൽ സാറേ ഈ കേസിലോ നോക്കിക്കേ, ഡ്രോൺ ഇന്ത്യ, ഓക്കെ, പേയബിൾ ഇൻ ഇന്ത്യ, പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻലാൻഡ് ആണ്. കാരണം എന്താണ്? ഇതൊക്കെയാണ്, ഇതില്ല, ഇൻലാൻഡ് ആണ്. ഡ്രോൺ, ഓക്കെ, പേയബിൾ ഔട്ട്സൈഡ് ഇല്ല, പേഴ്സൺ റെസിഡന്റ്, ഓക്കെ. എൻഡോഴ്സ്ഡ്, ഇത് കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എൻഡോഴ്സ്മെന്റ് വിദേശത്ത് എവിടെ നടന്നാലും പരിഗണിക്കേണ്ട, വിട്ടേക്ക്. എൻഡോഴ്സ്മെന്റ് ദുബായ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ വിട്ടേക്ക്, നോക്കേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യം മാത്രം. അതായത് എൻഡോഴ്സ്മെന്റ് ഇന്ത്യയിൽ നടന്നാലും ഫോറിനിൽ നടന്നാലും നോക്കണ്ട. നെക്സ്റ്റ് 4ാമത്, ഡ്രോൺ ഇൻ ഇന്ത്യ, പേയബിൾ ഇൻ ഇന്ത്യ, റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഫുൾഫിൽ ചെയ്തില്ല, എൻഡോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ നോക്കണ്ട, 2 ഫുൾഫിൽ ചെയ്തോ, വിട്ടേക്ക്. ഇൻലാൻഡ്, ഡ്രോൺ, പേയബിൾ എല്ലാം 3 ക്രൈറ്റീരിയ. ഇൻലാൻഡ്, ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ, പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, ഡ്രോൺ അപ്പോൺ എ പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ ഇല്ല. എൻഡോഴ്സ് ഇൻ ഇന്ത്യ, എൻഡോഴ്സിന് വാലിഡിറ്റി ഇല്ല, സോ നോട്ട് ആൻ ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്. ഡ്രോൺ, പേയബിൾ, പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, എൻഡോഴ്സ് ഇൻ ഇന്ത്യ നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്. ഇപ്പോൾ കേസിൽ നമ്മൾ എല്ലാ രീതിയിലും ക്ലിയർ ആയി. ഇപ്പോൾ ഫോറിൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് നോട്ട് ആൻ ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്. സോ യു ഹാവ് ടു റൈറ്റ് ദ മീനിങ്. എന്താണ്? കംപ്ലീറ്റ്ലി ഇന്ത്യ എന്നുള്ളതല്ല, ഔട്ട്സൈഡ് ഇന്ത്യ. എന്താണ്? ഷുഡ് ബി ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇതിനകത്ത് 2ാമതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കണം. എന്താണ്? ഒന്നെങ്കിൽ പേയി ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ പേയി റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. നിങ്ങൾക്ക് നോർമലി ഇൻലാൻഡ് ചോദിക്കുന്നതാണ് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഡ്രോയർ ഓഫ് ദ ഫോറിൻ ബിൽ. അതാണ് നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ്. ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഡ്രോവർ ഓഫ് ഫോറിൻ ബിൽ, പ്രോമിസറി നോട്ട്, ചെക്ക്. ഇവിടെ നോക്കുക, ഈ 2 കോൺസെപ്റ്റ് ആണ്. ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓർ ഡ്രോയർ ആണെങ്കിൽ പ്ലേസസ് വെയർ ദ ഇൻസ്ട്രുമെന്റ് ഈസ് മെയ്ഡ്. അതായത് ഒരു ബില്ലിലോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു ഫോറിൻ പ്രോമിസറി നോട്ടിലോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ ചെക്ക് ഡിസോണർ ആകുന്ന സമയത്ത് ലയബിലിറ്റി വന്നിരിക്കുന്നത് മേക്കറിനും ഡ്രോയറിനും എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഏത് രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസോണറിനുള്ള കോൺസെപ്റ്റുകൾ വരുന്നത്? ഏതാണ്? എവിടെയാണ് ആ ഇൻസ്ട്രുമെന്റ് ഡ്രോ ചെയ്തത് അവിടെ വെച്ചിട്ടാണ്. ഇവിടെ നോക്കിക്കേ, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ബൈ എ ഇൻ ബെർക്ലി, വിദേശമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 15%. ഓക്കെ, അക്സെപ്റ്റഡ് ബൈ ബി. സോ ബി ഈസ് എ ഡ്രോയി ആണ്, പേയബിൾ ഇൻ വാഷിംഗ്ടൺ ആണ്, വേർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 6% ആണ്. അപ്പോൾ ഇവിടെ അക്സെപ്റ്റഡിന് അഗെയിൻസ്റ്റ് വരുന്നെങ്കിലോ 6%, ഡ്രോയറിന് അഗെയിൻസ്റ്റ് വരുന്നെങ്കിലോ 15% ആണ്. ഓക്കെ, ദ ബിൽ ഈസ് ഡിസോണർഡ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻകോയറ്റ് ഇൻസ്ട്രുമെന്റ് ഓർ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്. അതായത് നമ്മൾ എമൗണ്ട് കോളം എന്താണ്? ബ്ലാങ്ക് വിട്ടിട്ട്, അതായത് വിച്ച് ഈസ് കോൾഡ് ആസ് എൻ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്. ഇവിടെ നോർമലി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, റൈറ്റ് എ നോട്ട് ആൻ ഇൻകോയറ്റ് ഇൻസ്ട്രുമെന്റ് ഓർ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ് പ്ലസ് ആംബിഗസ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഈ 2നെ കുറിച്ചും ചെറുതായിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ നിങ്ങളോട് ചോദിക്കും. ഇറ്റ് മീൻസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഇൻ സർട്ടൻ റെസ്പെക്ട്. നോർമലി ഇറ്റ് ഈസ് എൻ എമൗണ്ട് കോളം. എമൗണ്ട് കോളം എന്തായിരിക്കും? എപ്പോഴും ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ വരെയാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ
ഓൺലി ബ്ലാങ്ക് അല്ലെങ്കിൽ റിട്ടൺ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. ഇങ്ങനെ എഴുതിയാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ബ്ലാങ്ക് തന്നെയാണ്. അപ്പോൾ ദിസ് ഗീവ്സ് ദ പവർ ഓഫ് ദ ഹോൾഡർ, ദിസ് ഗീവ്സ് പവർ ടു ദ ഹോൾഡർ. ഈ ഇൻസ്ട്രുമെന്റ് ആരാണോ കയ്യിൽ വെച്ചിരിക്കുന്നത് അവർക്ക് എന്താണ്? ഒരു റൈറ്റ് കൊടുക്കുകയാണ്. എന്താ റൈറ്റ് എന്ന് പറയുന്നത്? യു ക്യാൻ റൈറ്റ് എനി എമൗണ്ട്. നോക്കിക്കേ, ഒരു വേർഡ് ആണ് എനി എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് എനി? ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ കോൺട്രാക്ച്വൽ എമൗണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൽ നാസർ ക്ലബ്ബും എന്താണ് നമ്മളുടെ റൊണാൾഡോയും തമ്മിൽ ഒരു കോൺട്രാക്ട് ചെയ്യുന്നു. അവിടെ 50 ലക്ഷമാണ് കൊടുക്കാനുള്ളത്. ബ്ലാങ്ക് എഴുതി, എമൗണ്ട് കോളമിലൊന്നും എഴുതിയിട്ടില്ല. സോ നമ്മുടെ റൊണാൾഡോക്ക് എന്ത് ചെയ്യാം? 50 ലക്ഷം എഴുതാം. ഇനി ഒരു എമൗണ്ട് കൂടെ എഴുതാൻ പറ്റും. എന്താ എമൗണ്ട് എഴുതാൻ പറ്റുന്നത്? സ്റ്റാമ്പിന്റെ മാക്സിമം എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് എന്താണ് എഴുതാൻ പറ്റും. സ്റ്റാമ്പിന്റെ മാക്സിമം എമൗണ്ട് ഇപ്പൊ എന്താണ്? 60 ലക്ഷമാണെങ്കിൽ, കാരണം എന്തുകൊണ്ട് 50 ലക്ഷം 60 ലക്ഷം എന്ന് പറയുമ്പോൾ ഈ സ്റ്റാമ്പിന് 1 രൂപയ്ക്ക് ഒരു സ്റ്റാമ്പ്, 2 രൂപയ്ക്ക് ഒരു സ്റ്റാമ്പ്, അങ്ങനെയല്ല. ഒരു എമൗണ്ട് തൊട്ട് ഒരു എമൗണ്ട് വരെയാണ് ഒരു സ്റ്റാമ്പ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ 100 രൂപയുടെ സ്റ്റാമ്പ്, 1000 തൊട്ട് 10,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷന് 100 രൂപയുടെ സ്റ്റാമ്പ്. അപ്പോൾ 1000 എഴുതിയാലും 100 രൂപയുടെ സ്റ്റാമ്പാണ്, 10,000 എഴുതിയാലും 100 രൂപയുടെ സ്റ്റാമ്പ് തന്നെയാണ്. സോ 1000 രൂപ ശരിക്കും ഞാൻ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ എമൗണ്ട് കോളം ബ്ലാങ്ക് ആണെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് എന്താണ്? നമ്മൾ ബ്ലാങ്ക് ചെക്ക് കൊടുക്കൂലേ? ബ്ലാങ്ക് ചെക്ക് കൊടുക്കുമ്പോൾ അത് കയ്യിലുള്ള ആൾക്ക് എന്ത് ചെയ്യാം? എനി എമൗണ്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻകോയിറ്റ് ഇൻസ്ട്രുമെന്റ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ അൽ നാസർ ക്ലബ്ബാണ് ബ്ലാങ്ക് ചെക്ക് അല്ലെങ്കിൽ ബ്ലാങ്ക് പ്രോമിസ് നോട്ടാണ്. നമ്മുടെ എക്സാമ്പിൾ എന്താണ്? ബ്ലാങ്ക് പ്രോമിസറി നോട്ടാണ് കൊടുത്തത്, വർത്ത് ₹50 lakh. ഓക്കെ, ഇവിടെ നോക്കുക. ദ ഹോൾഡർ ഓഫ് സച്ച് ഇൻസ്ട്രുമെന്റ് കനോട്ട് റിക്കവർ എൻ എമൗണ്ട് ഇൻ എക്സസ് ഓഫ് ദ എമൗണ്ട് ഇന്റൻഡഡ് ടു ബി പെയ്ഡ്. നമ്മുടെ എക്സാമ്പിളിന് റൊണാൾഡോക്ക് എത്ര കൊടുക്കാൻ പ്ലാൻ ചെയ്തേ? 50 ലക്ഷം. അപ്പോൾ നമ്മുടെ റൊണാൾഡോ ആരാണ്? ഹോൾഡർ. ഇനിയാണ് കോൺസെപ്റ്റ് വരുന്നത് ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും. ഈ എന്താണ് ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ കാരണം? അതായത് ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിക്കേ, അൽ നാസർ ക്ലബ്ബ് 50 ലക്ഷം എന്താണ് നമ്മുടെ റൊണാൾഡോ കൊടുക്കാനുണ്ട്. റൊണാൾഡോ അത് 60 ലക്ഷം എന്ന് എഴുതിയിട്ട് നമ്മളുടെ മെസ്സിക്ക് എന്ത് ചെയ്തു? ഗിഫ്റ്റ് കൊടുത്തു. മെസ്സി അത് ആർക്ക് ഗിഫ്റ്റ് കൊടുത്തു? നെയ്മറിന് ഗിഫ്റ്റ് കൊടുത്തു. ഈ പറഞ്ഞ നെയ്മറും എംബാപ്പയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്, ഒരു 60 ലക്ഷത്തിന്റെ. അപ്പോൾ ഈ ഡോക്യുമെന്റിൽ ഇപ്പോൾ എത്ര എഴുതിയിട്ടുണ്ട്? 60 ലക്ഷം രൂപ. നെയ്മർ എന്ത് ചെയ്തു? ഇത് എംബാപ്പയ്ക്ക് 60 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അങ്ങനെ 60 ലക്ഷം രൂപ എംബാപ്പ കിട്ടിയ പോലെ ആക്കി. ശരിക്കും പറഞ്ഞാൽ അൽ നാസർ എത്ര കൊടുക്കാനുള്ളൂ? 50 ലക്ഷം രൂപ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് പൈസ കൊടുത്ത് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റിലെ ഡിഫക്റ്റ് എന്താണെന്ന് അറിയാതെ നമ്മുടെ എംബാപ്പ എന്ത് ചെയ്തു? ഒരു ഇൻസ്ട്രുമെന്റ് കൈവശമാക്കി. സോ ഹി ഈസ് കോൾഡ് ആസ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. എന്തൊക്കെയാണ്? പൈസ കൊടുത്ത്, കൺസിഡറേഷൻ കൊടുത്ത്, മെച്യൂരിറ്റിനേക്കാളും മുമ്പ് ആ പറഞ്ഞ ഇൻസ്ട്രുമെന്റിലെ ഡിഫക്റ്റ് അറിയാതെ ഒരു ഇൻസ്ട്രുമെന്റ് സ്വന്തമാക്കി. സോ ബാക്കിയുള്ളവർ എന്താണ്? ബാക്കിയുള്ളവർ ജസ്റ്റ് ഹോൾഡേഴ്സ് മാത്രമാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഇവിടെ വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എത്ര വരെയും ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു? 50 ലക്ഷം വരെയും നമ്മുടെ നെയ്മറിന് ക്ലെയിം ചെയ്യാൻ പറ്റും, മെസ്സിക്കും 50 ലക്ഷം വരെയും. പക്ഷെ നമ്മുടെ എംബാപ്പയ്ക്ക് എത്ര ക്ലെയിം ചെയ്യാൻ പറ്റും? 60 ലക്ഷം. 50 ലക്ഷം ആര് കൊടുക്കും? അൽ നാസർ കൊടുക്കും. ബാക്കി ആരാണോ കൊടുക്കാനുണ്ടായിരുന്നത് അവരുടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദ ഹോൾഡർ ഓഫ് സച്ച് ഇൻസ്ട്രുമെന്റ്, വിച്ച് ഇൻസ്ട്രുമെന്റ്? ഈ ഇൻകംപ്ലീറ്റ് ഡോക്യുമെന്റ് റിസീവ് ചെയ്ത ആൾക്ക് cannot recover the amount in excess of the amount intended. ഈ പറഞ്ഞ ബയ്യറും സെല്ലറും തമ്മിലാണെങ്കിൽ ബയ്യർ സെല്ലറിന് എത്ര കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു ആസ് പെർ ദെയർ കോൺട്രാക്ട് മാക്സിമം അത്ര റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനോ ക്യാൻ റിക്കവർ എനി എമൗണ്ട്. പക്ഷെ എനി എമൗണ്ട് ഒരു ക്രൈറ്റീരിയ എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്ര? നമ്മുടെ എക്സാമ്പിളിൽ 60 ലക്ഷം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? 70 ലക്ഷം റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടി വെച്ചിട്ടൊരു കാര്യം എന്താണ് അവർക്ക് ചെയ്യാൻ അധികാരം ഇല്ല. അത്രയും ക്ലിയർ ആണോ? അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ആംബിഗസ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ആംബിഗ്യുവസ് അല്ലെങ്കിൽ ആംബിഗസ് നമ്മൾ പറയാൻ സാധനം ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഈസ് എന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ, ഇറ്റ്സ് കൺഫ്യൂസിങ്. ആംബിഗ്യുവസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ് ആണ്. നമ്മൾ ആംബിഗ്യൂട്ടി എന്ന് പറയില്ലേ, അത് നോട്ട് ക്ലിയർ ആണ്, ശരിക്കും മനസ്സിലാകുന്നില്ല, കുറച്ച് ആംബിഗ്യൂട്ടി ഉണ്ട്. സെയിം അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രുമെന്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണോ അതേപോലെ തന്നെ പ്രോമിസറി നോട്ടാണോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടും അല്ലെങ്കിൽ പ്രോമിസ് നോട്ടായിട്ടും ട്രീറ്റ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഒരു ബില്ല് ഡ്രോ ചെയ്തു, എന്നിട്ട് ബി എന്നൊരു വ്യക്തിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് എ അത് സിക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഇവിടെ ബി എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് പേഴ്സൺ ആണ്, അതായത് അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അപ്പോൾ സിനെ സംബന്ധിച്ച് ബിനെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് എ അത് എൻഡോസ് ചെയ്തതിന് പകരം സി എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എ നൽകിയത്
പ്രോമിസറി നോട്ടായിട്ട് ട്രീറ്റ് ചെയ്യും. കാരണം എന്താണ്, ബി എന്നൊരു വ്യക്തി ഇല്ലാത്തതുകൊണ്ട് ചെന്ന് പൈസ ചോദിച്ചാലും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചതിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചതി തന്നെയാണ്. പക്ഷെ എന്താണ്, അവിടെ സിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുവാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ട്രീറ്റ് ചെയ്യുന്നതിന് പകരം എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ഒരു പ്രോമിസറി നോട്ടായിട്ട് ട്രീറ്റ് ചെയ്യാം. വേർ ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കൺസ്റ്റിറ്റ്യൂഡ് ട്രീറ്റ് ഈതർ ആസ് പ്രോമിസറി നോട്ട്, ഒന്നെങ്കിൽ പ്രോമിസറി നോട്ടായിട്ടോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടോ ട്രീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ദ ഹോൾഡർ, ഇവിടെ നമ്മുടെ ഹോൾഡർ ആരാ, സി, മേ അറ്റ് ഹിസ് എലക്ഷൻ, അവൻ തീരുമാനിക്കുന്ന പോലെ ഒന്നെങ്കിൽ അത് പ്രോമിസറി നോട്ടായിട്ടോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടോ ട്രീറ്റ് ചെയ്യാം. ഇനി അവൻ പ്രോമിസറി നോട്ടായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് അത് എന്തായിരിക്കും, പ്രോമിസറി നോട്ടായിട്ട് തന്നെ മാറും. ഇനി ബില്ലായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബില്ലായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഹോൾഡർ എന്ന് പറഞ്ഞ സി എന്തായിട്ട് ട്രീറ്റ് ചെയ്തു, അതിനെ പ്രോമിസറി നോട്ട് ബൈ എ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ. ഇനി നിങ്ങളുടെ സ്കാനേഴ്സിലെ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് ആണ് 46, 47, 48 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ബെയറർ ഓർഡർ ഇൻസ്ട്രുമെന്റിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. ആദ്യമേ സെക്ഷൻ 47 പറയുന്നു. സെക്ഷൻ 47 നെഗോസിയേഷൻ ബൈ ഡെലിവറി ഏത് ഇൻസ്ട്രുമെന്റ് ആണ്, ബെയറർ ഇൻസ്ട്രുമെന്റ് ആണ്. ഇപ്പോൾ സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 58, എന്താ സെക്ഷൻ 58 എന്ന് പറയുന്നത്, ദിസ് വൺ. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഫ്രോഡിലൂടെയോ ഒഫൻസിലൂടെയോ അല്ലെങ്കിൽ അൺലോഫുൾ കൺസിഡറേഷനിലൂടെയോ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഓണർ ഒരിക്കലും എന്താണ്, അതിൻ്റെ പൈസ കിട്ടാൻ എലിജിബിൾ അല്ല. ഓക്കെ, എന്നാ The negotiable instrument states that the person who finds or obtains a promissory note or check, bill of exchange through fraud or offense for unlawful consideration. Unlawful consideration കോൺട്രാക്റ്റിൻ്റെ ബേസ് തന്നെയാണ്. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു മെത്തഡിലൂടെയാണ് നിങ്ങളൊരു ഇൻസ്ട്രുമെന്റ് കൈക്കലാക്കുന്നതെങ്കിൽ യു ആർ നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു റിസീവ് ദ മണി ഔട്ട് ഓഫ് ഇറ്റ്. ഒരു രീതിയിൽ എന്താണ്, എമൗണ്ട് ആ ഇൻസ്ട്രുമെന്റിന് കിട്ടാൻ നിങ്ങൾ അർഹരല്ല. ആരിൽ നിന്നും, അത് ഹോൾഡറിൽ നിന്നോ ഡ്രോയറോ ആക്സെപ്റ്റോ മേക്കുന്ന ആരിൽ നിന്നും കിട്ടാൻ അർഹരല്ല. ഇതാണ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് 58 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് 58, അതായത് ഈ 58ന്റെ ഒരു ഉള്ളടക്കമാണ് ഇത് പറയുന്നത്. A promissory note, bill of exchange check made payable to the bearer, negotiable by delivery. നമുക്ക് ആൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് 47 പറയുന്നത്. പിന്നെ എന്താ ഇവിടെ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ്. ഇതൊന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ആ പ്രോമിസ് നോട്ടോ ബില്ലോ ചെക്കോ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്തതെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാതെ ഈവൻ ദോ ബെയറർ ഇൻസ്ട്രുമെന്റ് ഡെലിവറി ചെയ്താലും നെഗോഷിയേറ്റ് ആകില്ല. ഇപ്പം കണ്ടീഷൻ നമുക്കറിയാം. ഇപ്പം നമുക്ക് പറയുകയാണ് മാരേജ്, ഒരു എക്സാമ്പിൾ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഈവൻറ്റ് നടന്നാൽ മാത്രമേ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ, നെഗോസിയേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാതെ നിങ്ങൾ നെഗോസിയേഷൻ ചെയ്താലും അതെന്താകില്ല, നെഗോസിയേഷൻ ആകില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലേ, കണ്ടീഷൻ ആകാൻ പാടില്ല, എന്നാൽ ചില എക്സെപ്ഷണൽ കണ്ടീഷൻസ് ആകാം എന്ന രീതിയിൽ കൃത്യമാണ്. ഇപ്പോൾ മാരേജ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് എന്താണ്, നമുക്കത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്താണ്, ഡെത്ത് എന്നൊരു കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് പ്രൊവിഷൻ പറയുന്നു. ഇനി അതിൻ്റെ ഒരു എക്സെപ്ഷൻ പറയുവാണ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഓണറാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. നമ്മൾ എംബാപ്പയുടെ എക്സാമ്പിളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഈ ഒരു കണ്ടീഷൻ അറിയത്തില്ല എന്ന് വെച്ചു. ഈ കണ്ടീഷൻ കൃത്യമായിട്ട് ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ ഇയാൾക്ക് അത് ഒരു രീതിയിലും അറിയാൻ ഒരു വഴിയുമില്ല. ഇയാൾക്ക് ഒരാൾ ട്രാൻസ്ഫർ ചെയ്തു. അതായത് എ ഒരു പ്രോമിസറി നോട്ട് ബിക്ക് ഇഷ്യൂ ചെയ്തു, ബി എന്താണ് അത് സിക്ക് ഇഷ്യൂ ചെയ്തു. പക്ഷേ ബിയിൽ നിന്നും സിയിലേക്ക് പോകാൻ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണമെന്ന് വെച്ചു. ഈ കണ്ടീഷൻ സിക്ക് ഒരു രീതിയിലും അറിയാൻ വഴിയില്ല, സിക്ക് അറിയത്തില്ല. സി എന്ത് ചെയ്തു, പൈസ കൊടുത്ത് മെച്ചൂർഡിനേക്കാൾ മുമ്പ് ടൈറ്റിലിൻ്റെ ഡിഫക്റ്റ് അറിയാതെ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്ന അറിയാതെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗോസിയേഷൻ വാലിഡാണ്. പിന്നെ ഏത് നെഗോസിയേഷനാണ് വാലിഡ് അല്ലാത്തത്, ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് അല്ലാതെ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻസും എന്താണ്, വാലിഡ് അല്ല ഇഫ് ദർ ഈസ് എ കണ്ടീഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇത് പറയുന്നത് ഏജൻസിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ എന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ബിയുടെ ഏജന്റിന് ട്രാൻസ്ഫർ ചെയ്താലും വാലിഡ് തന്നെയാണ്. സെയിം ആസ് ഇവിടുത്തെ പറയുന്നത് എന്താണ്,
ബാങ്കാണ്. ഇപ്പോൾ SBI എന്നൊരു ബാങ്കുണ്ട്. എയുടെ ബാങ്കും ബിയുടെ ബാങ്കും SBI തന്നെയാണ്. എയുടെ ബാങ്കും ബിയുടെ ബാങ്കും SBI തന്നെയാണ്. അപ്പം എക്ക് ഒരു ബില്ല് കിട്ടാനുണ്ട്, ബിക്ക് ഒരു പൈസ കൊടുക്കാനുമുണ്ട്. അപ്പോൾ പറഞ്ഞു SBIയോട് നീ ഒരു പണി ചെയ്യും, എനിക്ക് കുറച്ച് ബില്ല് വരാനുണ്ടല്ലോ, ബെയറർ ബില്ലാണ്, നീ ഒരു കാര്യം എന്ത് ചെയ്യും, അത് ബിക്ക് കൊടുത്താരേ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ബാങ്ക് എന്ന് പറയുന്നത് ആരുടെ ഏജൻ്റാണ്? കസ്റ്റമേഴ്സിൻ്റെ ഏജൻ്റാണ്. അപ്പോൾ ആദ്യമേ എയുടെ ഏജൻ്റ് ആയിട്ടാണ് SBI അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു? SBIയോട് പറഞ്ഞു എൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റ് ആസ് എൻ ഏജൻറ്റ് നീ കീപ്പ് ചെയ്യുകയാണ്, നീ അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്തോ? ബിക്ക് ട്രാൻസ്ഫർ ചെയ്തോ. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ആരെ ഏൽപ്പിച്ചു? SBI എന്ന ബാങ്കിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ അത് ആരുടെ കയ്യിലുണ്ട്? ബാങ്കിൻ്റെ കയ്യിലുണ്ട്. അന്നും ആരുടെ കയ്യിൽ തന്നെയായിരുന്നു? ബാങ്കിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. പക്ഷെ ആദ്യമേ ആരുടെ ഏജൻ്റ് ആയിരുന്നു? എയുടെ ഏജൻറ്റ്. ഇപ്പോൾ ആരുടെ ഏജൻ്റാണ്? ബിയുടെ ഏജൻറ്റ്. അപ്പോൾ ബാങ്ക് തന്നെ എന്ത് ചെയ്തു? അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസാക്ഷൻസ് എന്താണ്? വാലിഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെഗോസിയേഷൻ ബൈ എൻഡോഴ്സ്മെൻ്റ് ആണ്, സെക്ഷൻ നമ്പർ 48. ഇതും വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് 58 എന്ന് പറയുമ്പോൾ മറ്റേ അൺലോഫുൾ മീൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ പറയുന്ന കോൺസെപ്റ്റ് പ്രോമിസ് നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്കോ ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് പ്ലസ് ഡെലിവറി ചെയ്തിരിക്കണം. എന്താണ്? എൻഡോഴ്സ്മെൻറ്റ് പ്ലസ് ഡെലിവറി ചെയ്തിരിക്കണം. ആൻഡ് ദിസ് കോൺസെപ്റ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്താണ് നോർമൽ വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ബിക്ക് ഒരു ചെക്ക് എഴുതി. ഓക്കെ, ചെക്ക് എഴുതിയിട്ട് ബിയുടെ പേരിലേക്ക് തന്നെ ഒരു ചെക്ക് എഴുതി, പക്ഷെ ഡെലിവറി ചെയ്തില്ല. അതായത് ഒരു ഓർഡർ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യണം? ഒന്ന് ഇൻഡോസ് ചെയ്യണം. ഓക്കെ, എയുടെ പേരിലേക്ക് എഴുതി, പക്ഷേ ഡെലിവറി ചെയ്തില്ല. ഇൻകംപ്ലീറ്റ് ആണോ? ഇൻകംപ്ലീറ്റ് ആണ്. ഈ ഡെലിവറി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മരിച്ചുപോയി. പിന്നീട് ബി എന്താണ്? എയുടെ വീട്ടിൽ വരുമ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് കിട്ടുന്നു. എന്നിട്ട് അത് സ്വന്തമാക്കിയാൽ ഓണർ ആകുമോ? ഇല്ല. കാരണം എൻഡോഴ്സ്മെൻറ്റ് ചെയ്ത ആൾ തന്നെ വേണം എന്ത് ചെയ്യാൻ? ഡെലിവറി ചെയ്യാൻ. ക്ലിയർ ആണോ? എൻഡോഴ്സ്മെൻറ്റ് ഡെലിവറിയും ഒരേപോലെ നടക്കേണ്ട സംഭവമാണ്. അപ്പോൾ ബി പറയാണ്, എയുടെ കൊച്ചുമോൻ വന്നിട്ട് അല്ലെങ്കിൽ എയുടെ മകൻ വന്നിട്ട് പറയുകയാണ്, അച്ഛൻ തരാനുണ്ടായിരുന്ന പൈസയല്ലേ, ദാ ചെക്ക് ഞാൻ ഡെലിവറി ചെയ്യുന്നു. ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. സാറേ നേരത്തെ ഡെലിവറി ചെയ്തു അങ്ങോട്ട് പറഞ്ഞാൽ പോലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ നിയമമാണല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് എന്താണ്? ആ ഒരു ചെക്കിൻ്റെ ഒരിക്കലും നെഗോസിയേഷൻ വാലിഡ് അല്ല. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി വേറെ കുറേ സംഭവങ്ങളൊക്കെ നടക്കും. അവിടെ പണ്ട് അച്ഛൻ തന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ബി കുഞ്ഞിയോട് പറയുകയാണ്, എടാ നിൻ്റെ അച്ഛൻ കുറേ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നീ ഒരു പണി ചെയ്യും, ഡെലിവറി ആരെങ്കിലും ചെയ്താൽ പോരെ, നീ എനിക്ക് ഇതാ പിടിച്ചോ. നടക്കില്ല. അതായത് ഏജൻറ്റിന് ഡെലിവറി ചെയ്യാം, പക്ഷെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഏജൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കോൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചെക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ 138ലേക്ക് പോകല്ലേ. 138 അല്ല, അത് 48 ആണ്. ഓക്കെ, നോർമലി നിങ്ങൾക്ക് ഈ ടേബിൾ ഡ്രോയർ ഇതൊക്കെയാണ് സാധാരണ ഒരു നമ്മൾ ക്ലൂ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. If a person makes the endorsement of an installment but before the same could be delivered to the endorsee, the endorser മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ legal representative of the deceased person cannot negotiate by mere delivery. അപ്പൻ എഴുതി വെച്ചത് മക്കൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്? എന്നുണ്ടോ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, നോക്കാം. The legal representative deceased person cannot, because under this is a legal representative is not an agent of the deceased. They are not the agent. മകൻ അപ്പൻ്റെ ഏജൻറ്റ് അല്ല, ഓർത്ത് വെക്കുക. ലീഗൽ ഹയേഴ്സ് ആണെങ്കിലും അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം എന്താണ്? ഒന്നാമത് ചെറിയൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ബിക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് ഓണർ ആകാൻ പറ്റുമോ? ഇല്ല. ഇനി രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നത് എന്താണ്? ബി എയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോട് പറഞ്ഞിട്ട് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്വന്തമാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നിങ്ങൾ എന്ത് എഴുതണം? ഈ ഒരു കോൺസെപ്റ്റ് എഴുതണം. അതായത് ഏജൻറ്റ് അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ഡെലിവറി മേ ബി എഫക്ച്വൽ മെയ്ഡ് ബൈ എ പാർട്ടി മേക്കിംഗ് അക്സെപ്റ്റിംഗ് ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഓൺ ദാറ്റ് ബിഹാഫ്. അതായത് ഇപ്പം ഫാദർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഏജന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാലിഡ്. മിയർലി ബൈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. മിയർലി ബൈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് നോട്ട് അലൗഡ്. നെക്സ്റ്റ് 46 ഡെലിവറിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ട് നമ്മൾ പഠിക്കുന്ന സംഭവം തന്നെയാണ്. ഇവിടെയും വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ദ ഡെലിവറി മസ്റ്റ് ബി വോളണ്ടറി. The object of delivery is to pass the property from one person to another person. രണ്ട് ടൈപ്പ് ഓഫ് ഡെലിവറി ഉണ്ട്. ഒന്ന് എന്താണ്? ആക്ച്വൽ ഡെലിവറി, അതായത് എൻഡോഴ്സർ എൻഡോഴ്സി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആരാണോ ഓണർ അവർ നേരിട്ട് കൊടുക്കുന്നു. ഇനി കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുമ്പോൾ എന്താണ്? ഏജന്റിനോ അല്ലെങ്കിൽ അറ്റോർണിക്കോ നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ എ എന്താണ്? തൻ്റെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എ ബിക്ക് കൊടുക്കുന്നതിന് പകരം ബിയുടെ ഏജന്റായ കുഞ്ഞു ബിക്ക് കൊടുക്കുന്നു. ആ ട്രാൻസ്ഫർ എന്താണ്? വാലിഡ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. ഒരാൾക്ക് പകരം മറ്റൊരാൾ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ പറഞ്ഞൊരു സംഭവമാണ്. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഇഷ്യൂ ചെയ്ത ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ആ സ്പെഷ്യൽ പർപ്പസ് ഫുൾഫിൽ ചെയ്യാതെ ഒരിക്കലും എന്താണ് ആ പറഞ്ഞ നെഗോഷിയേഷൻ നടക്കില്ല, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഓർഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നെഗോസിയേഷൻ ഈ ഒരു കോൺസെപ്റ്റ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ്. 138 138 വന്നാൽ 139ഉം 140 എന്താണ്? റിലേറ്റഡ് പ്രൊവിഷൻസ് ആണ്. അപ്പം ഡിസ്ഹോണർ ഓഫ് ചെക്സ് ഫോർ ഇൻസഫീഷ്യൻസി ഓഫ് ഫണ്ട് എക്സെട്ര ഇൻ ദ അക്കൗണ്ട്, ചെക്ക് ബൗൺസ് അല്ലെങ്കിൽ വണ്ടി ചെക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കുക, ചെക്ക് ബൗൺസ് ആയാൽ ക്രിമിനൽ കേസ് അല്ല. ചെക്ക് ബൗൺസ് ആയാൽ അല്ല ക്രിമിനൽ കേസ്, അതൊരു കണ്ടീഷനിലാണ്, പ്രൊസീജിയർ ഉണ്ട്. സെക്ഷൻ 138 എന്താ പറയുന്നത്? ഫസ്റ്റ്, ഈ ഒരു സെക്ഷൻ അപ്ലിക്കബിൾ ആകാൻ ചെക്ക് ഏത് പർപ്പസിന് വേണ്ടി ഡ്രോ ചെയ്യണം? ഒന്ന്, for the payment of amount of money to another person from that bank account for the discharge of the debt or any other liability, that is a legal debt. Legal debt എന്താണ്? 138 ഒരാൾ, ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്നൊരാൾ ബി എന്നൊരാൾക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു കേട്ടോ. ഒന്നാമത്തത് എന്ത് കൊടുക്കാൻ വേണ്ടി? എ ബിക്ക് ഒരു പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു പൈസ പോകുവാൻ വേണ്ടി ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു. കാരണം ഈ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗലായിട്ട് എ ബിക്ക് കൊടുക്കേണ്ട ഒരു പൈസയായിരുന്നു. എ ബിക്ക് കൊടുക്കേണ്ട പൈസയായിരുന്നു, അല്ലാതെ എ ബിക്ക് കൊടുക്കേണ്ട പൈസയായിരുന്നു, അല്ലാതെ ഇതുണ്ടോ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിലോ ഡൊണേഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മോറൽ ഒബ്ലിഗേഷൻ. ഇപ്പോൾ കല്യാണത്തിന് എന്താണ് നമ്മൾ ഫ്രണ്ട്സിന് എന്താണ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കും, ആ ചെക്ക് കൊടുത്തു, ആ ചെക്ക് മടങ്ങി, അതിവിടെ വരില്ല. ഇനി അൺലോഫുൾ കൺസിഡറേഷൻ, ഇല്ലീഗൽ കൺസിഡറേഷൻ, ഒരു കൊലപാതകത്തിനുള്ള പ്രതിഫലമായിട്ട് എന്താണ് പൈസ കൊടുത്തു, അതൊന്നും ഇവിടെ വരില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? ലീഗൽ ഡെറ്റ് ആയിരിക്കണം. ലീഗലി എൻഫോഴ്സേബിൾ ഡെറ്റ് ആയിരിക്കണം, നോട്ട് മോറലി എൻഫോഴ്സേബിൾ ഡെറ്റ്. ഓക്കെ, ക്ലിയർ ആയി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ 3 years എന്താണ് ലാപ്സ് ആയതിനു വേണ്ടിയുള്ളൊരു 3 yearsന്റെ ലിമിറ്റേഷൻ നമുക്കറിയാം അല്ലേ? ടൈം ബാർ ഡെറ്റ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം അത് ആക്ച്വലി ടൈം ബാർ ഡെറ്റ് ആണ്, അതൊരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കരുത്, ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റ് ആയിരിക്കണം. നെക്സ്റ്റ്, ഇതാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ചെക്ക് പ്രസന്റ് ചെയ്തു ലീഗലായിട്ടുള്ള ഒരു ഡെറ്റിന് വേണ്ടി, ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു? റിട്ടേൺ ആയി. റിട്ടേൺ ആയതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, അക്കൗണ്ടിലുള്ള പൈസ ഇൻസഫീഷ്യൻറ്റ്. ഇൻസഫീഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പൈസ ഇല്ല, അല്ലെങ്കിൽ എമൗണ്ട് ചെയ്ത മെൻഷനേക്കാളും കുറവാണ്. ആൻഡ് പൈസ ഉണ്ട്, പക്ഷേ എയും SBI എന്ന് പറയുന്ന എ ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. കറക്റ്റാ? എ ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. SBI ബാങ്ക് അക്കൗണ്ടിലായിരുന്നു എയുടെ അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ നല്ല പൈസയുണ്ട്, പക്ഷേ എ ബിയോട് പറഞ്ഞിരുന്നു ആരെങ്കിലും വന്നാൽ 10,000-ൽ കൂടുതൽ പൈസ കൊടുക്കണ്ട. പക്ഷേ എ ആൾറെഡി 15,000-ന് ഒരു ചെക്ക് ബിക്ക് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു. ഇനി SBI ആര് ചെക്ക് വന്നാലും 15,000-ന് പൈസ കൊടുക്കുമോ? ഇല്ല. കാരണം SBIയോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട് ഹോൾഡർ നമുക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ട് എന്തെങ്കിലും അങ്ങനെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊക്കെ നഷ്ടമാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിനെ വിളിച്ച് പറയും, അതായത് എൻ്റെ ഡെബിറ്റ് കാർഡെല്ലാം ബ്ലോക്ക് ചെയ്തോ, അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. ഇനി ആര് ചെക്ക് കൊടുത്താൽ എന്താണ് അത് എൻകാഷ് ചെയ്യാൻ പറ്റില്ല, ഹോണർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? SBI എന്നൊരു ബാങ്കിനെ പറഞ്ഞു, എഗ്രിമെന്റ് പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ചെക്ക് റിട്ടേൺ ആകും. ഇത് രണ്ടും ഒഫൻസ് ഒന്നും അല്ല. ഓക്കെ, ഇവർ പക്ഷേ ഇത് കേസ് വന്നിട്ടുണ്ടെങ്കിൽ 2 വർഷം വരെയും ജയിൽ ശിക്ഷ, ആൻഡ് ചെക്ക് ഇപ്പോൾ 10,000 രൂപയുടെ ആണെങ്കിൽ 20,000 രൂപ വരെ എന്താണ് പെനാൽറ്റി കിട്ടും. ചില സമയത്ത് രണ്ടും കൂടെ എന്താണ് ജയിൽ ശിക്ഷ, രണ്ടും കൂടെ കിട്ടും, ജയിൽ ശിക്ഷയും കിട്ടും, പെനാൽറ്റിയും രണ്ടും കൂടെ കിട്ടും. ഇനി
ഈ പണിഷ്മെന്റിലേക്ക് വരാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒഫൻസിലേക്ക് ഇത് വരികയുള്ളൂ. ഫസ്റ്റ് വൺ, ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു, ബാങ്ക് എന്താണ് കൃത്യമായിട്ട് വാലിഡിറ്റി പീരിയഡ് ഓർ വിച്ച് വാലിഡിറ്റി വിച്ച് എവർ ഈസ് ഏർലിയർ. ശരിക്കും പറഞ്ഞാൽ അത് 3 മാസമാണ്, വേറൊരു വാലിഡിറ്റി എന്നൊരു സംഭവം ഇല്ല. ഇനിയൊരു വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ എയും ബിയും തമ്മിൽ കരാർ വെച്ച് പറയുവാണ്, ഞാൻ ആ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് പിൻവലിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ആ ബാങ്ക് ഇപ്പോൾ പൂട്ടിപ്പോകാൻ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണ്, എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. ഇതിന് മാക്സിമം ടൈം എന്ന് പറയുന്നത് 3 മാസം സമയത്താണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് തന്നെ എവിടെ പ്രസന്റ് ചെയ്യാൻ പറയുന്നു, അവിടെ വാലിഡിറ്റി പീരീഡിന് മുമ്പ് എന്താണ് പ്രസന്റ് ചെയ്തിരിക്കണം. ഇനി ചെക്കിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നൊരു സംഭവം ഉണ്ട്. പോസ്റ്റ് ചെക്കിൽ ഏത് ഡേറ്റ് ആണോ മെൻഷൻ ചെയ്യുന്നത് അന്ന് തൊട്ടായിരിക്കും നിങ്ങൾക്ക് 3 മാസം കാൽക്കുലേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, ചെക്ക് എന്ത് ചെയ്തിരിക്കണം, ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് പ്രകാരം റിട്ടേൺ ചെയ്തിരിക്കണം. ഇത് നമ്മൾ ഇത്രയും പഠിച്ചു. ഈ 2 സ്റ്റെപ്പിലൂടെയാണ് ഈ 2 സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്രിമിനൽ കേസ് വരുന്നത്. ഒന്ന് എന്താണ്, ചെക്ക് റിട്ടേൺ ചെയ്തു. ഇപ്പം നമ്മുടെ സെയിം എക്സാമ്പിൾ നമ്മൾ എന്താണ്, എയുടെയും ബിയുടെയും ട്രാൻസാക്ഷനിൽ SBIയിൽ ചെക്ക് കൊടുത്തു, ചെക്ക് നേരെ റിട്ടേൺ തിരിച്ചു വന്നു, ബൗൺസ് അടിച്ചു, ബിയുടെ കയ്യിൽ ചെക്കുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ ഡേറ്റ്, ഇതാണ് വന്ന ദിവസം. ഇന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ ബി എന്ത് ചെയ്യണം, നമ്മൾ എക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. എടാ ചെക്ക് റിട്ടേൺ ആയിട്ടുണ്ട്, ചെക്ക് ബൗൺസ് ആയി, മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നാ കേട്ടോ എന്ന് പറഞ്ഞ് എന്താണ് നമ്മളുടെ ബി എയോട് ചോദിക്കുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നോട്ടീസ് കിട്ടി, ആർക്ക് കിട്ടി, എക്ക് കിട്ടി. ഈ നോട്ടീസ് കിട്ടിയ 15 ദിവസത്തിനുള്ളിൽ എ എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റഡ് എമൗണ്ട് ആർക്ക് കൊടുക്കണം, ബിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്താലും മതി. അപ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കാൻ എ ഫെയിൽ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, 138 നമ്മൾക്ക് കേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര ദിവസത്തിനുള്ളിൽ, വിത്തിൻ 15 ഡേയ്സിന് കൊടുത്തില്ലെങ്കിൽ അതിനുശേഷം കേസ് കൊടുക്കാൻ കാര്യമാണ്. അപ്പോൾ ഇഷ്യൂ ചെക്ക്, ചെക്ക് ഡിസോണർഡ്, ഡിമാൻഡ് പേയ്മെന്റ്, മേക്ക് പേയ്മെന്റ്, ഫയൽ എ സ്യൂട്ട്, പണിഷ്മെന്റ്. നെക്സ്റ്റ്, ഇനി 139 140 ആണ്. ഇത് റിലേറ്റഡ് പ്രൊവിഷൻ ആണ്. 139 130 ഇതൊരു കോടതിയുടെ ഒരു അസംഷൻ ആണ്, പ്രിസംഷൻ ആണ്. അതായത് ഒരു ചെക്ക് സംബന്ധമായിട്ട് കോടതിയിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ കോടതി പ്രിസ്യൂം ചെയ്യുന്ന എന്താണ്, ഇത് 138 ചെക്കാണ്. എന്താ 138 ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലീഗൽ ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഒരാൾ ഇഷ്യൂ ചെയ്ത ചെക്ക് മടങ്ങി. ഇനി അങ്ങനെയല്ല, അതൊരു ഗിഫ്റ്റ് കൊടുത്തത് ആർക്ക് പ്രൂവ് ചെയ്യും, ഇവിടെ ആര് പ്രൂവ് ചെയ്യണം, ചെക്ക് ഇഷ്യൂ ചെയ്ത ആള് പ്രൂവ് ചെയ്യണം, ഇല്ല ഞാനതൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു എന്ന്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ എ എന്താണ്, ബിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്ത് എന്ത് പർപ്പസിന് വേണ്ടിയായിരുന്നു, ഒരു 10,000 രൂപ എ ബിക്ക് കൊടുക്കാനുണ്ട്, ചെക്ക് മടങ്ങി. അപ്പോൾ ബിയുടെ കേസ് കോടതി അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് കോടതി എന്താണ് അസംപ്ഷൻ ചെയ്യുന്നത്, ഇതൊരു 138 ചെക്കാണ്, ലീഗൽ ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ചാർജ് ആയില്ല, ഡെറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല, ഇപ്പൊ ഡിസോണർ ആയി വന്നിട്ടുണ്ട്. ഇനി എക്ക് എന്ത് ചെയ്യാം, എക്ക് അത് പ്രൂവ് ചെയ്യാം, ഇല്ല ഞാനത് എക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു, അതിന് പകരമായിട്ടാണ് ഇഷ്യൂ ചെയ്തത്. അങ്ങനെ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് ഇവിടെ നിൽക്കില്ല. സോ വെൻ എ ചെക്ക് ഈസ് ഡിസ്ഓണർ, it shall be presumed, it shall be as of in the eyes of law, it shall be presumed unless the contrary is proved. Who can prove the contrary? Here in the case of A can prove the contrary, that the holder of the check received the check in nature of 138 for the discharge of any part of the debt. The person issuing the check, നമ്മുടെ example A, he has the liberty to prove the contrary. prove ചെയ്യാൻ പറ്റും, ഇല്ല അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ ഇവൻ ജയിക്കും. ഇനി സെക്ഷൻ 140 എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി കുറേ ക്വസ്റ്റ്യൻസ് എന്താണ് 140 നിന്ന് തുടങ്ങുന്നുണ്ട്. അതായത് എ ബിക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് എ ബിയോട് പറയുവാണ്, ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് എ ബിയോട് പറയുവാണ്, എടാ നീ പ്രസന്റ് ചെയ്യല്ലേ. പക്ഷെ ബി എന്ത് ചെയ്തു, ആ വാക്ക് കേൾക്കാതെ SBI ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്തു, ചെക്ക് മടങ്ങി. അപ്പോൾ എ പറയാണ്, ഞാൻ നിങ്ങളുടെ മര്യാദയ്ക്ക് പറഞ്ഞാലേ പ്രസന്റ് ചെയ്യേണ്ടെന്ന്. ബി ജയിക്കുമോ, എ ജയിക്കുമോ? ബി ജയിക്കും. കാരണം ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെക്ക് മടങ്ങോ ഇല്ലയോ എന്ന്. It shall not be a defense in prosecution of an offense under section 138 that the drawer had no reason to believe when he issued the check that the check may be dishonored. അയ്യോ അറിയത്തില്ലായിരുന്നു സാറേ ചെക്ക് ഇഷ്യൂ ചെയ്യുമെന്ന്. ഇപ്പം നിങ്ങളൊരു 10,000 രൂപ എന്താണ് ചെക്ക് എഴുതിയത്, നിങ്ങളുടെ അക്കൗണ്ടിൽ 10,000 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരു 100 രൂപയുടെ
ഡെബിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ATM കാർഡിൻ്റെ എന്താണ് ചാർജ് റിഡക്റ്റ് ചെയ്തു. ഇപ്പം 9,900 മാത്രമേ ഉള്ളൂ. ചെക്ക് മടങ്ങി. സാറേ 100 രൂപയെങ്കിലും മടങ്ങുമോ? 1 രൂപയെങ്കിലും മടങ്ങും. ഓക്കെ, അപ്പോൾ ഇത് മടങ്ങി. അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ പ്രാവശ്യം വരുന്നുണ്ട് EMI പോകാനുണ്ടായിരുന്നത്, സോറിഡാ ബൈ മിസ്റ്റേക്ക്, കോടതിയൊന്നും നടക്കില്ല. ക്ലിയർ ആണോ? ഇതാണ് ഇതിൻ്റെ ഒരു പാർട്ട്. ഇനി ഒരു പാർട്ട് പ്രസൻമെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ് അല്ല നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പ്രസൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് പ്രസൻമെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്രസൻമെൻറ്റ് ഫോർ അക്സെപ്റ്റൻസ് ഉണ്ട്, പ്രസൻമെൻറ്റ് ഫോർ പേയ്മെൻറ്റ് ഉണ്ട്. അക്സെപ്റ്റൻസ് ചെയ്തതിന് മാത്രമേ ഉള്ളൂ, ബിൽ ഓഫ് എക്സിന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോമിസ് നോട്ട് ചെക്ക് ചെയ്തതിനെല്ലാം നമ്മൾ പ്രസൻമെൻറ്റ് ഫോർ പേയ്മെൻറ്റ് ചെയ്യണം. സോ ടു ഹൂം ഇറ്റ് ഈസ് ടു ബി പ്രസൻറ്റഡ്. പ്രോമിസ് നോട്ട് ആണെങ്കിൽ മേക്കറിന്, അക്സെപ്റ്റർ ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയി ചെക്കിന് പ്രസൻറ്റ് ചെയ്യണം നമ്മൾ. സെക്ഷൻ 61 പ്രസൻമെൻറ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോൾ പ്രസൻറ്റ് ചെയ്യണം? ഒരു സ്പെസിഫൈഡ് ടൈം ഉണ്ടെങ്കിൽ സ്പെസിഫൈഡ് ടൈം, അല്ലെങ്കിൽ റീസണബിൾ ടൈം. ഓക്കെ, ഒരു പക്ഷേ എന്താണ്, ഇഫ് ദ പ്ലേസ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദാറ്റ് പ്ലേസ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട്, അയാൾ അന്വേഷിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചിട്ട് കാണുന്നില്ല, ബിൽ എന്താകും? ഡിസോണർഡ് ആകും. അപ്പോൾ ഇൻ ഡിഫോൾട്ട് ഓഫ് പ്രസൻമെൻറ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ പ്രസൻമെൻറ്റ് ആര് ചെയ്തില്ല, ദേ ആർ ഓൺലി ദ റെസ്പോൺസിബിൾ പേഴ്സൺ, നോ എനി അതർ പാർട്ടി ഈസ് റെസ്പോൺസിബിൾ പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി 8 സൈറ്റ് ഓൺ പ്രസൻമെൻറ്റ്. 8 സൈറ്റ് എന്ന് പറയുമ്പോൾ കാണിക്കുക. 8 സൈറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ ഡിമാൻഡ് പേയ്മെൻറ്റ്. അതായത് നീ കാണിച്ച ഉടനെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാം, നീ ആക്സെപ്റ്റൻസിന് കാണിച്ച ഉടനെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാം, പ്രോമിസ് നോട്ട് കാണിച്ച ഉടനെ പേയ്മെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ദർ ഈസ് നോട്ട് ടൈം, ദിസ് ഇസ് നോട്ട് എ ടൈം ഇൻസ്ട്രുമെന്റ്, ഇറ്റ്സ് എ ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ്. ദാറ്റ് ഇസ് എ ഡിമാൻഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ സൈറ്റ് എന്ന് പറയുമ്പോൾ നീ കാണിച്ചതിന് ശേഷം ഞാൻ പറയാം. അറ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കാണിച്ച ഉടനെ ഞാൻ തരാം. ആഫ്റ്റർ സൈറ്റ് എന്ന് പറയുമ്പോൾ കാണിച്ചതിന് ശേഷം ഞാനൊരു സമയം പറയാം കേട്ടോ. ആഫ്റ്റർ സൈറ്റ് മീൻസ് എ പ്രോമിസ് നോട്ട് ആഫ്റ്റർ പ്രസൻമെന്റ് ഫോർ സൈറ്റ്. ബിൽ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റൻസ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റൻസിന് ആദ്യമേ കാണിച്ചതിന് ശേഷം ഞാൻ പറയാം ഓക്കെ ഒരു 20 ദിവസത്തിൽ തരാം. അല്ലെങ്കിൽ നോട്ടിംഗ്, നമ്മൾ നോട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നോട്ടറി ചെയ്യുന്നത്. പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ദ നോട്ടറി എന്ന് പറയുന്നത്. നോൺ പ്രസൻമെന്റ്, നോൺ അക്സെപ്റ്റൻസിന്, അത് ബില്ലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രസൻമെന്റ് എങ്ങനെ ചെയ്യാം? പോസ്റ്റ് ഓഫ് മെത്തേഡിലും ചെയ്യാം. രജിസ്റ്റേർഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് ലെറ്ററും സഫീഷ്യന്റ് തന്നെയാണ്. നെക്സ്റ്റ് 62 എന്താ പറയുന്നത്? ഇപ്പോൾ പ്രോമിസ് നോട്ട് പേയബിൾ അറ്റ് എ സർട്ടൻ പീരീഡ് ആഫ്റ്റർ സൈറ്റ് മസ്റ്റ് ബി പ്രസന്റ് ടു ദ മേക്കർ ഫോർ ദ സൈറ്റ്. അതായത് ഒന്ന് കാണിച്ച ഉടനെ തരാമെന്ന്, കാണിച്ചതിന് ശേഷം ഒരു സമയത്തിനുള്ളിൽ തരാമെന്നാ പറഞ്ഞിരുന്നെങ്കിൽ സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ, ഇഫ് ഹി ക്യാൻ റീസണബിൾ സെർച്ച് ബി ഫൗണ്ട്, കാണിക്കാൻ വേണ്ടി എന്താണ്, അയാളെ കണ്ടിട്ടുണ്ടേ. അങ്ങനെ ഉണ്ടെങ്കിൽ ബൈ എ പേഴ്സൺ എൻറ്റയർലി എന്ത് ചെയ്യാം? ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ബിസിനസ് അവേഴ്സിലായിരിക്കും ഇതൊക്കെ കാണിക്കേണ്ടത്. നെക്സ്റ്റ്, ഇനി ഈ ആക്സെപ്റ്റൻസിൻ്റെ സമയത്തൊക്കെ ബില്ല് ആക്സെപ്റ്റ് ചെയ്യാൻ ഇനി ഡ്രോയി പറയുകയാണെങ്കിൽ ഒരു 48 മണിക്കൂറൊക്കെ എന്താണ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ ആർക്ക് കൊടുക്കാം? നമുക്ക് ഡ്രോയിക്ക് കൊടുക്കാം. 48 hours നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി പ്രസൻമെന്റ് ഫോർ പേയ്മെന്റ് ആണ് 64. ആർക്ക് ചെയ്യണം? സെയിം ആസ് മേക്കർ, പ്രോമിസ് നോട്ട്, അക്സെപ്റ്റർ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡ്രോയി ഇൻ കേസ് ഓഫ് ചെക്ക് ആണ്. ഇനി എന്താണ് ഈ പ്രസൻമെന്റ് എങ്ങനെ ചെയ്യാം? രജിസ്റ്റേർഡ് പോസ്റ്റോട് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വേറെ പ്രോമിസ് നോട്ടീസ് പേബിൾ ഓൺ ഡിമാൻഡ്, പ്ലേസും സ്പെസിഫൈ ചെയ്തിട്ടില്ല. പ്രസൻമെന്റ് ആവശ്യമുണ്ടോ? ഇല്ല. അതായത് വേറെ പ്രോമിസ് നോട്ടീസ് പേബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് പ്ലേസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ നോ പ്രസന്റ് ഈസ് നെസസറി. ഓക്കെ, നെക്സ്റ്റ് മേക്കറിനെ ലയബിൾ ആക്കാൻ പ്രസന്റ് ചെയ്തില്ല. അവസാനം ഈ ഒരു 2 കോൺസെപ്റ്റ് നിലനിൽക്കെ. ഓക്കെ, മേക്കർ പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് പ്രസന്റ് ചെയ്തില്ല? എടാ നീ എപ്പോൾ പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, എവിടെ പ്രസന്റ് ചെയ്യണമെന്നും പറഞ്ഞില്ല, പിന്നെ ഞാൻ എവിടെ കൊണ്ടേ പ്രസന്റ് ചെയ്യും? ഓക്കെ, നെക്സ്റ്റ് 65 പ്രസന്റ് ബാങ്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ എപ്പോൾ പ്രസന്റ് ചെയ്യണം? ബാങ്കിങ്ങിൻ്റെ യൂഷ്വൽ അവേഴ്സിൽ, ബാങ്കിങ് ഹവേഴ്സിൽ. ബിസിനസ് ഹവേഴ്സ് അല്ല, ബാങ്കിങ് ഹവേഴ്സും ഉണ്ട് അല്ലെ. ഇപ്പോൾ 3 മണിയാകും എന്താണ് അതിൻ്റെ ബാങ്കിങ് ഹവേഴ്സ് തീരും. പിന്നെ 5 മണി വർക്കിംഗ് ഉണ്ടായിരിക്കും, പക്ഷേ ആ ബാങ്കിങ് ഹവേഴ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. നെക്സ്റ്റ്, എ പ്രോമിസ് നോട്ടും ബില്ല് മെയ്ഡ് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് പീരീഡ് ആഫ്റ്റർ ദ സൈറ്റ്. ആഫ്റ്റർ ദ സൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോൾ പ്രസന്റ് ചെയ്യണം? നമ്മൾ ഇപ്പോൾ ഇന്ന് കാണിച്ച ഉടനെ 20 ദിവസത്തിനുള്ളിൽ 20th ലാസ്റ്റ് ഡേ, അപ്പോൾ നമ്മൾ എവിടെയാണ്? 20th ഡേ നമ്മൾ പ്രസന്റ് ചെയ്യണം. എന്തിനു വേണ്ടി? പേയ്മെൻറ്റിന് വേണ്ടി. 67 എന്താ പറയുന്നത്? പ്രോമിസ് നോട്ട് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ആണെങ്കിൽ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 ഗ്രേസ് ഡേയ്സ് കിട്ടും. ഓക്കെ, ഗ്രേസ് ഡേയ്സ് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഓക്കെ, കിട്ടും. 68 എന്താ പറയുന്നത്? 68, 69, 70 റിലേറ്റഡ് ആണ്. എന്താണ്? എ പ്രോമിസ് നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ആക്സെപ്റ്റഡ് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് പ്ലേസ്, നോട്ട് എൽസ്വെയർ. ഓക്കെ, നോട്ട് എൽസ്വെയർ, ദെൻ ഇൻ ഓർഡർ ടു ചാർജ് എനി പാർട്ടി, ആ ഒരു പ്ലേസിൽ മാത്രം കൊടുക്കണം. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ആക്സെപ്റ്റഡ് എ സ്പെസിഫൈഡ് പ്ലേസ് മസ്റ്റ് ഇൻ ഓർഡർ ടു ചാർജ് ദ മേക്കർ ഡ്രോവർ യു ഹാവ് ടു പ്രസന്റ് അറ്റ് ദാറ്റ് പ്ലേസ്. കുറച്ച് റിലേറ്റഡ് ആണ്. 70 എന്താ പറയുന്നത്? A promise no bill of exchange not made payable as mentioned. 68 ഉം 69 അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ എവിടെ കൊടുക്കാം? അവരുടെ നോർമൽ പ്ലേസ് ഓഫ് ബിസിനസ്.
അല്ലെങ്കിൽ യൂഷ്വൽ റെസിഡൻസ്, എവിടെയാണോ താമസിക്കുന്നത് അവിടെ കൊടുക്കാം. ഇനി 71 എന്താ പറയുന്നത്? ദ ഡ്രോവർ അക്സെപ്റ്റർ ഹാഡ് നോൺ പ്ലേസ് ഓഫ് ബിസിനസ്. ഒരു സ്ഥലവും അവനൊന്നും ഇല്ല, ഇന്ന സ്ഥലവും ഇല്ല, അവൻ പല സ്ഥലത്തുണ്ടാവും, എവിടെ കാണുന്നു അവിടെ കൊടുക്കുക. വേർ ഹി ക്യാൻ ബി ഫൗണ്ട്. നെക്സ്റ്റ്, സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 84. ഇത് പറയുന്നത് എന്താണ്? അതായത് വിത്തിൻ റീസണേബിൾ ടൈം നമ്മൾ പ്രസന്റ് ചെയ്യണം. അപ്പോൾ സെക്ഷൻ 84 പറയുന്നത് എന്താണ്? ഒരു പക്ഷേ എന്താണ്, പൈസ ഉണ്ടായിരുന്നു പക്ഷെ ബാങ്ക് ഫെയിലായി. ഇറ്റ് മീൻസ് ബാങ്ക് എന്താണ്, കൊലാപ്സ് ആയി അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടുണ്ടെങ്കിൽ ഡ്രോയറിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 84 കൃത്യമായിട്ട് എന്താണ്, ഇൻ ഓർഡർ ടു ചാർജ് ദ ഡ്രോയർ, നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ പറഞ്ഞ ഡ്രോയറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് അയാളെ അക്കൗണ്ട് പിൻവലിക്കുന്നേക്കാൾ മുമ്പ് എന്താണ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ബാങ്കിനും ഇയാളും തമ്മിലൊരു പ്രശ്നമാകുന്നേക്കാൾ മുമ്പ് എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, റീസണേബിൾ ടൈമിനുള്ളിൽ എന്താണ് പ്രസന്റ് ചെയ്തിരിക്കണം. 3 മാസം സമയമുണ്ട്, പക്ഷേ എന്താണ് നമ്മൾ റീസണേബിൾ ടൈം, ദാറ്റ് ഈസ് റീസണേബിൾ ടൈം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രാക്ട് ആയിരിക്കും അവർ തമ്മിൽ. നെക്സ്റ്റ്, സെക്ഷൻ 31 എന്താ പറയുന്നത്? ചെക്കിൽ പൈസ ഉണ്ടായിരുന്നു, എന്ത് ചെയ്തു? അല്ലെങ്കിൽ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ ഡ്രോയ്ക്ക് കൃത്യമായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നു, പക്ഷേ എന്താണ് ബാങ്ക് പൈസ കൊടുത്തില്ല. ചെക്ക് കൊടുത്തപ്പോൾ ആ എഗ്രിമെന്റും ഇല്ല, ഇൻസഫീഷ്യന്റ് പ്രശ്നവും ഇല്ല, ചെക്ക് കൊടുത്തില്ല. അപ്പോൾ ഡ്രോയറിന് ആകെ റെപ്യൂട്ടേഷൻ ലോസ് ആയിരിക്കാം. ആ ലോസ് ഒക്കെ ആര് കൊടുക്കണം? നമ്മുടെ ബാങ്ക് കൊടുക്കണം. സെക്ഷൻ നമ്പർ 31 റിലേറ്റഡ് ആണ് സെക്ഷൻ നമ്പർ 74 പറയുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, സെക്ഷൻ 75. പ്രസന്റ്മെന്റ് ഫോർ അക്സെപ്റ്റൻസ് മേ ബി ഡ്യൂലി ഓത്തറൈസ്ഡ് ഏജന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ആണ്. ഇൻ കേസ് ഓഫ് ലീഗൽ എന്താണ് പ്രസന്റ്മെന്റ് ആര് ചെയ്യണം? ഫോർ അക്സെപ്റ്റൻസ് മേ ബി ഏജന്റും ചെയ്യാം, ഡൈഡ് ആയിട്ടുണ്ടെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ചെയ്യാം, ഇനി ഇൻസോൾവെന്റ് ആയിട്ടുണ്ടെങ്കിൽ അസൈനിക്കും ചെയ്യാം. ഓക്കെ, ഇതാരാണ് പ്രസന്റ്മെന്റ് ചെയ്യുന്നത്? ആരാണ്? ജീവിച്ചിരിക്കുമ്പോൾ ഏജന്റും ചെയ്യാം, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ചെയ്യാം. ഇത് മറ്റേ ഡെലിവറി കേസ് അല്ല, ഓർത്ത് നോക്കുക, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസോൾവെന്റ് ആയിട്ടുണ്ടെങ്കിൽ അസൈനിക്കും ചെയ്യാം. ഇനി ഏതെങ്കിലും രീതിയിൽ പ്രസന്റ്മെന്റ് അക്സെപ്റ്റൻസിനായിക്കോട്ടെ പേയ്മെന്റിനായിക്കോട്ടെ, ഇത് രണ്ടും റിലേറ്റഡ് ആണ്. എന്താണ്? അക്സെപ്റ്റൻസും പറയുന്നുണ്ട്, അതേപോലെ തന്നെ പേയ്മെന്റിനും വളരെ കൃത്യമായിട്ട് എന്താണ് ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രസന്റ്മെന്റ് ഏതൊക്കെ സമയത്ത് എന്താണ് അൺനെസസറി ആണ്. സോ ഇവിടെ ഒരു കോൺസെപ്റ്റ് ചെറുതായിട്ട് പറയുന്നത്, ഈ നമ്മൾ ആക്സെപ്റ്റൻസും പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രസന്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രസന്റ് ചെയ്യുന്ന ആളുടെ ബിയോണ്ട് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാർ അല്ലെങ്കിൽ ഭയങ്കര എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്ത സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടൈം നമുക്ക് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ആ ഒരു പ്രശ്നം കഴിഞ്ഞ ഉടനെ എന്താണ് നമ്മൾ വിത്തിൻ റീസണേബിൾ ടൈം പ്രസന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ്. ഇവിടെ നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ സമയത്ത് പ്രസന്റ്മെന്റ് അൺനെസസറി ആണ്? ഓക്കെ, നോ പ്രസന്റ്മെന്റ് ഈസ് നെസസറി ആൻഡ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഡിസ്ഓണേർഡ് അറ്റ് ദ ഡ്യൂ ഡേറ്റ്. ഏത് ഡ്യൂ ഡേറ്റ് എന്താണ് ഡിസ്ഓണർ ആകും? ഏതൊക്കെ സമയത്ത്? ഇഫ് ദ മേക്കർ ഡ്രോയി അക്സെപ്റ്റർ ഇന്റൻഷനലി പ്രിവെന്റ്സ് ദ പ്രസന്റ്മെന്റ്. ഇപ്പൊ ഞാനാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, എന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, എന്താ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു സെക്യൂരിറ്റി എന്നെ ചെക്ക് കൊടുക്കാൻ വേണ്ടി കയറ്റുന്നേ ഇല്ല ബാങ്കിന്റെ അകത്തേക്ക്, ഇന്റൻഷനലി പ്രിവെന്റ് ചെയ്യുന്നു. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ബില്ല് ഡിസോണർ ആകും, ചെക്ക് ഡിസോണർ ആകും. നെക്സ്റ്റ്, ഒരു പ്ലേസ് ഓഫ് ബിസിനസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് വരാൻ വേണ്ടി പറഞ്ഞു പ്രസന്റ് ചെയ്യാൻ. ഞാൻ ചെന്ന സമയത്ത് എന്താണ് ബിസിനസ് അവേഴ്സിൽ ഞാൻ ചെയ്യുന്നു, ബിസിനസ് ഡേയിൽ ഞാൻ ചെയ്യുന്നു, അന്ന് എന്താണ് അത് ക്ലോസ്ഡ് ആയിരുന്നു. എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ബിസിനസ് ബേസ് പറഞ്ഞില്ല, വേറൊരു സ്ഥലം ഫോർ എക്സാമ്പിൾ പാർക്കിൽ വരാൻ പറഞ്ഞു. ഞാൻ പാർക്കിൽ ചെന്നപ്പോൾ എന്താണ് അവിടെ അവനും ഉണ്ടായിരുന്നില്ല, അവനെ ഏൽപ്പിച്ച ആരും ഉണ്ടായിരുന്നില്ല, പാർക്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സ്പെസിഫൈഡ് പ്ലേസ്, അങ്ങനെയൊന്നും ഒരു സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല, അവനെ കാണാനേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ബില്ല് ഡിസോണർ ആകുന്നു. ഇനി ഒരു വേറെ രീതിയിലുള്ള കോൺസെപ്റ്റാണ് ആസ് അഗെയിൻസ്റ്റ് എനി അതർ പാർട്ടി. എനി അതർ പാർട്ടിനെ സംബന്ധിച്ച്, ഈ ഒരു നെഗോസിയേഷനിൽ വരുന്ന എനി അതർ പാർട്ടിനെ സംബന്ധിച്ച് നമ്മുടെ ഡ്രോയി പറയുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ബില്ലിലെ എക്സാമ്പിൾ പറയാം. ഡ്രോയി പറയുവാണ്, നീ പ്രസന്റ് ചെയ്യുമൊന്നും വേണ്ട, നീ പ്രസന്റ് ചെയ്തില്ലെങ്കിലും ഞാൻ നിനക്ക് പൈസ തരാൻ ഞാൻ എൻ്റെ അമ്മാവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് നോൺ പ്രസന്റ്മെന്റ്, ഞാൻ എൻഗേജ് ചെയ്തിട്ടുണ്ട് ഒരാളെ, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഞാൻ എൻഗേജ് ചെയ്തിട്ടുണ്ട്. എന്താണ് നീ പ്രസന്റ് ചെയ്യൊന്നും വേണ്ട, ഞാൻ പൈസ തരാൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ നീ പ്രസന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പൈസ തരുന്നു. നെക്സ്റ്റ്, ആസ് അഗെയിൻസ്റ്റ് എനി അതർ പാർട്ടിനെ സംബന്ധിച്ച് ആഫ്റ്റർ മെച്യൂരിറ്റി ദ ഡ്രോയി ഹാസ് ദ നോളേജ് ദാറ്റ്, അല്ലെങ്കിൽ പ്രോമിസ് നോട്ടിൽ മേക്കർ ഹാസ് ദ നോളേജ് ദാറ്റ് ചെക്കോ അല്ലെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസ് നോട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല, നല്ല ഉറപ്പുണ്ട്. എന്നിട്ട് അവർ പറയുവാണ്, രണ്ടാമത് പറയുകയാണ്, ഞാൻ പൈസ തരാം, ടെൻഷൻ അടിക്കില്ല, ഞാൻ പൈസ തരാം. പ്രസന്റ്മെന്റിന് ആവശ്യമുണ്ട്, പ്രസന്റ്മെന്റിന്റെ റിലവൻസ് ഇല്ലാതായിട്ട് മാറി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ദേ മേക്ക് ദ പാർട്ട് പേയ്മെന്റ്, പൈസ കൊടുത്തു, ബാക്കി പൈസ കൊടുത്തു. അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തതിൽ ശരിക്കും ലാഭം ആർക്കാം? പ്രസന്റ് ചെയ്തതിൽ ശരിക്കും ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ പൈസ കൊടുക്കേണ്ടത് അവർക്കാണ് ലാഭം. പക്ഷെ അവർ പറയാണ് അങ്ങനത്തെ ലാഭമൊന്നും എനിക്ക് വേണ്ട. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പൈസ തരാമെന്നല്ല അർത്ഥം. നെക്സ്റ്റ്, നാലാമത് ഡ്രോയറെ സംബന്ധിച്ച്
ഇനി പ്രസന്റ് ചെയ്തില്ലെങ്കിലും ഇവന് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെങ്കിൽ പ്രസന്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രസന്റ് ഈസ് ഇറലവന്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 77 പറയുന്നത് ഇപ്പോൾ ഒരു സ്പെസിഫൈഡ് ബാങ്ക് എന്താണ് ഈ പറഞ്ഞ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തത്. അക്സെപ്റ്റൽ പേയബിൾ അറ്റ് സ്പെസിഫൈഡ് ബാങ്ക്. കളക്ഷൻ ചെയ്യാൻ വേണ്ടി ബാങ്കിനെ ഞാൻ ഏൽപ്പിച്ചു ബില്ല് ഓഫ് എക്സ്ചേഞ്ച്. ബാങ്ക് എന്താണ് ഹാസ് ഡ്യൂലി ബീൻ പ്രസന്റഡ് ഫോർ ദ പേയ്മെന്റ്. പക്ഷേ ഡിസോണർ ആയിപ്പോയി, പൈസ കിട്ടിയില്ല. പക്ഷേ ബാങ്ക് എന്ത് ചെയ്യണം? എന്നെ വളരെ കൃത്യമായിട്ട് അറിയിക്കണം. ബാങ്ക് അവിടെ എന്തെങ്കിലും മിസ് അപ്രോപ്രിയേഷൻ ചെയ്തു എന്ന് വെച്ചോ, എന്താണ് സമയമായിട്ടും കീപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഒന്നും കൂടെ കളക്ഷൻ അയക്കാണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് എനിക്ക് ഡെലിവറി ചെയ്തു, റീഡെലിവറി ചെയ്തു, ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ചെയ്തിട്ട് എനിക്ക് ആസ് എൻ ഓണർ എനിക്ക് ഇതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡറിന് എന്ത് ചെയ്തിരിക്കണം? കോമ്പൻസേറ്റ് ചെയ്തിരിക്കണം. അത് ബാങ്കിന്റെ ഭാഗത്തുള്ള ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് 117 പറയുന്നത് റൂൾ ഓഫ് കോമ്പൻസേഷൻ ആണ്. The holder is entitled to the amount upon the instrument together with the expenses. അതായത് ഒരു ബില്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചു കിട്ടുമ്പോൾ ഡിസോണറിന്റെ എമൗണ്ട് പ്ലസ് ലീഗലി ആയിട്ടുള്ള ചില എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ നോട്ടിങ് പ്രൊട്ടസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിസോണർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. നോട്ടറി എന്താണ് ഈ പറഞ്ഞ ഡിസോണറിന്റെ കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് സൈൻ ചെയ്യുന്നു, ഓക്കെ ഡിസോണറായി ഉറപ്പുവരുത്തുന്നു. പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസോണറിന്റെ റീസണും എത്ര പൈസ തരാണ്ട് പൈസ കിട്ടിയോ ഡീറ്റെയിൽസ് എല്ലാം ഒരു സർട്ടിഫിക്കറ്റ് എൻ്റർ ചെയ്ത് സൈൻ ചെയ്തു. ദാറ്റ് ഈസ് എ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി ഇത് ഫോറിൻ ബില്ലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രസന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റൽ ചാർജസ് ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടിയിട്ടുള്ള എമൗണ്ട് എന്താണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇനി ഈ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് മീൻസ് നമ്മൾ ഈ എമൗണ്ട് റിക്കവർ ചെയ്യുന്ന സമയത്ത് രണ്ടും രണ്ട് സ്ഥലത്താണുള്ളതെങ്കിൽ, അതായത് വെൻ ദ പേഴ്സൺ ചാർജ്ഡ് എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു മേക്ക് ദ പേയ്മെന്റ് ഔട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് resides at a place different from that of the instrument was payable. അതായത് ഡ്രോയും പേയും രണ്ടും രണ്ട് സ്ഥലത്താണെങ്കിൽ ആ എക്സ്ചേഞ്ച് ദ ഹോൾഡർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് സച്ച് സം at the current rate of exchange between the two places. അപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടാനുണ്ടെങ്കിൽ അത് ഡോളർ കൺവേർഷൻ ചെയ്ത് വരുന്ന സമയത്ത് കൺവേർഷൻ ചാർജസ് പോകുന്നുണ്ടെങ്കിൽ ആ ചാർജസ് എന്താണ് എനിക്ക് തരണം. അതായത് എക്സാക്ട് എനിക്ക് എൻ്റെ പേയുടെ സ്ഥാനത്ത് അവന് എത്ര പൈസ കിട്ടാനുള്ളത് ആ പൈസ കിട്ടിയിരിക്കണം. നെക്സ്റ്റ്, ഒരു പക്ഷേ ഡ്രോയി പൈസ കൊടുത്തില്ല, എൻഡോഴ്സ് പൈസ കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്നൊരാൾ ഡ്രോ ചെയ്തു, ബി എന്നൊരാളാണ് അക്സെപ്റ്റ് ചെയ്തത്. എ എന്ത് ചെയ്തു? സിക്ക് കൊടുത്തു, സി എന്ത് ചെയ്തു? ഡിക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ശരിക്കും പൈസ തരേണ്ട ആരാണ്? എ ആണ് പൈസ തരേണ്ടത്, സോറി ബി ആണ് പൈസ തരേണ്ടത്. ബിക്കോസ് ബി ഈസ് എ ഡ്രോ എന്ന് പറയുന്നത്. ബി പൈസ തന്നില്ലെന്ന് വെച്ചോ, ആര് പൈസ വെക്കണം? എ പൈസ വെക്കണം. ആരെ സംബന്ധിച്ച്? സിനെ സംബന്ധിച്ച്. ഡിനെ സംബന്ധിച്ചോ? ഡിക്ക് സി പൈസ വെക്കണം. അപ്പോൾ ഒരു പക്ഷേ എ സിക്ക് പൈസ കൊടുത്തെന്ന് വെച്ചോ, കാരണം എ ഇവിടെ എൻഡോഴ്സർ ആണല്ലോ. അപ്പോൾ എ ബിക്ക് പകരം സിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോൾ 18% പെർ ആനം ഇൻട്രസ്റ്റ് വെച്ചിട്ട് ബിയുടെ കയ്യിൽ നിന്ന് ആർക്ക് റിക്കവർ ചെയ്യാം? നമ്മളുടെ എക്ക് റിക്കവർ ചെയ്യാം. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഇനി ആ എൻഡോഴ്സ്മെന്റ് ഈ ഒരു സി പോയിന്റ് സംബന്ധമായിട്ടാണ്. ഈ റിക്കവറി ചെയ്യുന്ന സമയത്തും രണ്ടും രണ്ട് രാജ്യങ്ങൾ ഡിഫറെൻറ്റ് പ്ലേസസ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ വേറെ എക്സ്ചേഞ്ച് റേറ്റ് കറൻസി എക്സ്ചേഞ്ച് ഒന്നുമില്ല. ഇന്ത്യ മറ്റൊരു രാജ്യത്തെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു കറൻസി എക്സ്ചേഞ്ച് ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സച്ച് സം, ആ എക്സ്ചേഞ്ചിന്റെ സം എത്രയാണോ അത് റിക്കവർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പറയുന്നത്, ഇനി ഇത്രയും പൈസ കിട്ടാനുണ്ട്, എ ടു ഡി ഇത്രയും പൈസ കിട്ടാനുണ്ടല്ലോ, ഈ പൈസ എല്ലാം കിട്ടാൻ വേണ്ടി ഇപ്പോൾ എ സിക്ക് പൈസ കൊടുത്തു, ഇനി ഇത് ആരിൽ നിന്ന് റിക്കവർ ചെയ്യണം? നമ്മുടെ ബിയിൽ നിന്നും റിക്കവർ ചെയ്യണം. അതിനുവേണ്ടി എക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബില്ല് ഡ്രോ ചെയ്തു, ഇനി ഒരു ബില്ല് ഡ്രോ ചെയ്തു. എന്തൊക്കെ എക്സ്പെൻസസ്? ഈ പറഞ്ഞ എക്സ്പെൻസസ്, നോട്ടിംഗ് പ്രിട്ടൻ എല്ലാ എക്സ്പെൻസസ് ആയിട്ട് ഒരു 10,000 രൂപയായിരുന്നു. എക്സ്പെൻസ് എല്ലാം കൂടി 12,000 രൂപ. പുതിയൊരു ബില്ല് ഡ്രോ ചെയ്തു, എന്നിട്ട് ബിക്ക് കൊണ്ടേ കൊടുത്തു, എന്നിട്ട് ബിനെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ ബില്ലിൻ്റെ കൂടെ എന്താണ്? ഒരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യണം. പാസ്റ്റ് ബില്ല് ഡിസോണർ ആയതുകൊണ്ടാണ് പുതിയ ബില്ല് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് വേണം ഇതെന്താണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് അയച്ചു കൊടുക്കണം. ഇനി ആ ബില്ലും ഡിസോണർ ആയെന്ന് വെച്ചോ, ഇനി അതിൻ്റെ ബില്ല് പുതിയ ബില്ല് എടുക്കുക. അങ്ങനെ എടുത്ത് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നിങ്ങളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസ്കസ് ചെയ്തു. അത് നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കോൺസെപ്റ്റും നമ്മൾ കവർ ആക്കിച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് എന്താണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ചുരുങ്ങിയ സമയത്ത് എന്താണ് നമ്മൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.